എന്തുകൊണ്ടാണ് റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ വ്യക്തി ഡയറക്റ്റായിട്ട് ബി ജെ പിയിലേക്ക് തന്നെ വരണം എന്ന് തീരുമാനമെടുക്കുന്നത്? ഭാഗ്യം മാത്രമല്ല, കഠിനാധ്വാനം ഉണ്ട്. ഇതിന്റെ പുറകിൽ ഒരുപാട് ഹാർഡ് വർക്ക് ഉണ്ട്, സ്മാർട്ട് വർക്ക് ഉണ്ട്. ചുമ്മാ എനിക്ക് സീറ്റ് തരത്തില്ലല്ലോ. എനിക്ക് ഈ ഒരു മെമ്പർഷിപ്പ് കിട്ടി, ഇതിലേക്കൊരു എന്താ പറയുക, സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോഴേ ഞാൻ ജയിച്ചു. ഈ ഒരു ഇലക്ഷനിൽ നിൽക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് PR ടീം കോൺടാക്ട് ചെയ്തിരുന്നു. അപ്പം ഞാൻ സത്യം പറഞ്ഞ ഒരു PR ടീമിന് ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് കൊടുത്തില്ല. നിങ്ങൾക്കറിയാം, എൻ്റെ കണ്ടൻസ് ഒന്നും പുറത്ത് ഞാൻ വിട്ടിട്ടില്ല, മനസ്സിലായില്ല. എനിക്കൊന്നും മറ്റേ ക്രിക്കറ്റ് കളിക്കുന്ന പിന്നെ ഫ്ലാഗ് അങ്ങനെയുള്ള നമ്മൾ വേണമെന്ന് വെച്ച് കൊടുത്ത കുറച്ച് കാര്യങ്ങൾ മാത്രമേ എന്ത് വേലുതമ്പി തളവ വിളംബരം ചെയ്തൊരു നാടാണ് കുണ്ട്ര. അപ്പോൾ അവിടെ വെച്ചിട്ട് ഈ പുഷ്പങ്ങൾ നമ്മൾ വിജയ് പോലും ആൾ പൊക്കിയതായിട്ട് ഞാൻ കണ്ടു. ഇതിന് പിന്നെ വേടം ആൾ പൊക്കിയതായിട്ട് കണ്ടു. അപ്പോൾ പലരും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അത് ഇലക്ഷൻ പ്രഖ്യാപിച്ച ശേഷം ദൃശ്യമാധ്യമങ്ങൾ, സാറ്റലൈറ്റ് മാധ്യമങ്ങളടക്കം താങ്കളെ പറഞ്ഞിരുന്നു ഇനി കുണ്ടറയിൽ അലറാൻ ഒരാൾ വന്നിരിക്കുകയാണ്, അയാളെ മുഖവിലയ്ക്ക് എടുക്കണ്ട എന്നുള്ള രീതിയിലേക്കാണ്. എനിക്ക് എപ്പോഴും അയ്യോ 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 ഇങ്ങനെ ഹംബിൾനെസ് ഒന്ന് കാണിച്ച്, കാംനെസ് ഒക്കെ കാണിച്ചിട്ട് ഒരു നല്ലവനായ ഉണ്ണിയായിട്ടൊന്നും നിൽക്കാൻ എനിക്കറിയത്തില്ല. ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ച് കുറച്ച് വിവാദങ്ങളുണ്ടായി. വോട്ട് രാഷ്ട്രീയം, അല്ലെങ്കിൽ പണത്തിൻ്റെ രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വിമർശനങ്ങളുണ്ടായി. എന്താ പറയുക, അയൺ ലേഡി, BJP ഒരു അയൺ ലേഡി എന്നുള്ളൊരു വ്യക്തിനെ പർപ്പസ്ലി ടാർഗറ്റ് ചെയ്തതാണെന്ന് എല്ലാവർക്കും അറിയാം. പ്രൈം മിനിസ്റ്ററിനെ കാണാനാണ്, വിഷുവിൻ്റെ അന്നാണ്, 15-ാം തീയതിയാണ് നമ്മുടെ എയർപോർട്ടിൽ അവിടെ നമ്മുടെ ഒരു സ്പേസിലുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നില്ല. അപ്പം ഞാൻ പറയാം ഓക്കെ, ഇനി പ്രാങ്ക് കോളാണോ? കാരണം ഞാൻ അങ്ങോട്ട് ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടില്ല. ബ്രോ ബീഫ് കഴിക്കുന്ന ഒരാളാണ്. ഇപ്പം ഞാൻ എന്ത് കഴിക്കണം, എന്ത് കഴിച്ചുകൂടാ എന്നുള്ള എൻ്റെ വ്യക്തിപരമായിട്ടുള്ളത്. അനുമോൾ അത് കഴിക്കുന്നില്ല എന്ന് പറയുന്നു. അതിൻ്റെ ഇടയ്ക്ക് BJP ആണോ എന്ന് ചോദിച്ചത്, അത് ആക്സിഡൻ്റലി അല്ല, മനഃപൂർവ്വം ആണെന്നുള്ളത് പുള്ളിക്കാരൻ ഒരു വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു. അഖിൽമാരാണ് കഴിഞ്ഞ റീസെൻ്റ്ലി കൊടുത്തൊരു അഭിമുഖത്തിൽ പറഞ്ഞ അദ്ദേഹം ഈ പ്രസവത്തെക്കുറിച്ചും അത് ലഘൂകരിക്കുന്ന രീതിയിലാണ്. അപ്പോൾ അത് താങ്കളൊരു ഡോക്ടറാണ്, അപ്പോൾ താങ്കൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ആ വിഷയത്തെക്കുറിച്ച് മനസ്സിലാവും. ഇപ്പോൾ ഹോസ്പിറ്റലൈസ് ചെയ്യുമ്പോൾ, അതായത് ഹോസ്പിറ്റലുകാർ അതിനൊരു കച്ചവട തന്ത്രത്തിലേക്ക് മാറ്റിയെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ടൈമിൽ ആദ്യമേ തൊട്ടേ തന്നെ അവർക്ക് എന്ത് ചെയ്യും, ഓരോരോ ഇഷ്യൂസ് വന്നു തുടങ്ങും. ഉറക്കക്കുറവുണ്ടാവും, പിന്നെ ഈ പറഞ്ഞ കണക്ക് ഈ മൂഡ് സ്വിങ്സ് ഉണ്ടാവാം, പിന്നെ ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാവാം, പിന്നെ ജോത്സ്യമൊക്കെ നോക്കാറുണ്ട് കേട്ടോ. ജോത്സ്യമൊക്കെ നോക്കുന്ന സമയത്തും മോസ്റ്റ്ലി എല്ലാവരും ജയിക്കുമെന്നൊക്കെയാണ് പറയുന്നത്. ഞാനത് ബിലീവ് ചെയ്യുന്നത്. ഒരാൾ പോസിറ്റീവ് ഒരു കാര്യം പറയുമ്പോൾ ഒബ്വിയസ്ലി നമുക്കതൊരു ഇതാണല്ലോ. അപ്പം ജയിക്കുമെന്ന് എൻ്റെ അടുത്ത് ഒരു 7-8 പേര് പറഞ്ഞു. നമസ്കാരം. നമസ്കാരം ബ്രോ. ഇപ്പോൾ ഇലക്ഷനൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. കുണ്ടറ മണ്ഡലത്തിലുള്ള താങ്കളുടെ BJPയുടെ പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇലക്ഷൻ കഴിഞ്ഞിട്ടൊന്ന് റിലീഫായ സമയമാണ്. എങ്ങനെ തോന്നുന്നു ഇലക്ഷൻ? ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ഒട്ടും പരിചയമില്ലാത്ത ഒരു സ്ഥലത്താണ് ഞാൻ പോയത്. ബട്ട് ഓവറോൾ എനിക്ക് നല്ലൊരു എന്താ പറയുക, ഒരു നല്ല ഹാപ്പി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഒരുപാട് ജനങ്ങളെ കാണാൻ പറ്റി, ഒരുപാട് മനുഷ്യരെ കാണാൻ പറ്റി, അവരുടെ ലൈഫ് എനിക്ക് കാണാൻ പറ്റി. പിന്നെ ഒരുപാട് സ്നേഹം, ഒരുപാട് പേരുടെ ബ്ലെസ്സിങ്സ്. സത്യം പറഞ്ഞാൽ ടോട്ടലി ഐ എം ഹാപ്പി ആൻഡ് സാറ്റിസ്ഫൈഡ്. കാരണം എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇനി ഇലക്ഷന് റിസൾട്ട് വരാൻ ഇനി ആകെ തുച്ഛമായ ദിവസമുള്ളൂ, ഒരാഴ്ചയും കൂടെ ഉള്ളൂ. അപ്പം ഭയങ്കര ഒരു ഹാപ്പി ആൻഡ് ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ആണ്. ഇപ്പോൾ കരിയറിൽ പല ഫേസിലൂടെ പോയിട്ടുണ്ടാവും. ഡോക്ടറായിട്ട് പോയിട്ടുണ്ടാവും, അതിനുശേഷം താങ്കൾ ബിഗ് ബോസിൽ പോയിട്ടുണ്ടാവും, അതിൻ്റെ ഒരു പ്രബലം നിന്നിട്ടുണ്ടാവും. പക്ഷെ ഇതെല്ലാം മാറി മണ്ണിൽ ചവിട്ടി ആളുകളുടെ പ്രശ്നങ്ങൾ അറിഞ്ഞ് അങ്ങനെ ഒരു ലൈഫാണ് രാഷ്ട്രീയം അല്ലെങ്കിൽ പൊതുപ്രവർത്തനം എന്ന് പറയുന്നത്. ആ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുമ്പോഴത്തേനും പലതരത്തിലുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും. താങ്കൾ ഭയങ്കര വിലപിടിപ്പുള്ള ആൾക്കാർ, അല്ലെങ്കിൽ സമൂഹത്തിൽ ഭയങ്കര ഉന്നതിയിൽ നിൽക്കുന്നവരും ഭയങ്കര താഴ്ത്തുള്ളവരുണ്ടാവും. അപ്പോൾ ഇവരെയൊക്കെ നേരിടുമ്പോൾ അവരുടെ പ്രശ്നങ്ങളിലേക്ക് ഇടപെടുമ്പോൾ എങ്ങനെയാണ് ശരിക്കും ഫേസ് ചെയ്തത്? എനിക്കത് കുറച്ചുകൂടി ഈസിയാണ്. കാരണം ബേസിക്കലി ഞാനൊരു ഡോക്ടറാണ്. അപ്പം ഞാൻ കാണുന്ന എൻ്റെ മുന്നിൽ വരുന്ന മനുഷ്യരെന്ന് പറയുന്നത് അവർ പല ഏജ് കാറ്റഗറി ആയിരിക്കും, പല സാമ്പത്തിക സിറ്റുവേഷനിലുള്ളവരായിരിക്കും, പല മതത്തിലുള്ളവരായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പേരെ എനിക്ക് ചികിത്സിക്കാനും അവരുടെ ട്രീറ്റ്മെൻറ്റും അവരെ എന്താ പറയുക, അവരുടെ ഒരു ആശ്വാസം കൊടുക്കാനും എനിക്ക് ഒരുപാട് സാധിച്ചിട്ടുണ്ട്. കാരണം ഞാൻ എടുത്ത എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്ന ഡോക്ടറാണ്, അല്ലേ. സോ അപ്പം അതെനിക്കൊരു ബേസ്മെൻറ്റ് കിട്ടിയിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞില്ല, ഞാനൊരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുമ്പം എൻ്റെ സേവനം എനിക്ക് കുറച്ച് പേരിലേക്ക് മാത്രമേ എത്തിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഞാനൊരു സോഷ്യൽ സർവീസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പൊളിറ്റിക്സിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് എനിക്കതൊരു ലാർജ് സ്കെയിലിലേക്ക് ചെയ്യാൻ പറ്റും, അല്ലേ. അപ്പോൾ അതിനുവേണ്ടി തന്നെയാണ് ഞാൻ ഈ ഒരു കരിയർ ചൂസ് ചെയ്തതും. അത് നമ്മുടെ രാജ്യം ഭരിക്കുന്ന പാർട്ടിയിൽ തന്നെ എനിക്ക് ആ ഒരു BJP അല്ലെങ്കിൽ NDAയുടെ ഒരു ഭാഗമാവാൻ കഴിഞ്ഞതിലും, ഞാൻ മെമ്പർഷിപ്പ് എടുത്ത് ആദ്യമായിട്ട് തന്നെ എനിക്ക് ഇലക്ഷന് നിൽക്കാൻ സാധിച്ചതിലും ഞാൻ ഒരുപാട് ബ്ലെസ്ഡ് ആയിട്ട്, അല്ലെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ടതിൻ്റെ ഫലമായിട്ട് ഒരു റിസൾട്ടായിട്ട് ഞാനത് കണക്കാക്കുന്നു. അത് മാത്രമല്ല, ഞാൻ അവിടെ കുണ്ടറയിലെ മണ്ണിൽ ചെല്ലുമ്പം നമുക്കറിയുന്ന പോലെ പല രീതിയിൽ ജീവിക്കുന്ന പല മനുഷ്യരും നമുക്ക് കാണാൻ പറ്റും, അല്ലേ. ചിലപ്പം പോവർട്ടി ഉണ്ടാവും, അല്ലെങ്കിൽ എബോ പോവർട്ടി ഉണ്ടാവും, ബിലോ പോവർട്ടി ഉണ്ടാവും, മിഡിൽ ക്ലാസ് ഉണ്ടാവും, അപ്പർ മിഡിൽ ക്ലാസ് ഉണ്ടാവും, കുറച്ച് റിച്ച് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. സോ ഇവരെല്ലാവരെയും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു എന്താ പറയുക, ഒരു 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 അതിനുള്ളൊരു മെയിൻ കാര്യം എന്ന് പറയുന്നത്, മനസ്സിലായില്ലേ. കാരണം ടാസ്ക് എന്ന് ഞാൻ പറയുന്നില്ല, ഇവർ പല കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരെ, പല മതത്തിലുള്ള ആൾക്കാരെ,
പല ജീവിത സാഹചര്യത്തിൽ ജീവിക്കുന്ന ആൾക്കാർ, ഇവരെ എല്ലാവരെയും കൂടെ ഒരുമിച്ച് കൊണ്ടുപോവുക, ഒരുമിച്ച് അവരുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുക, അവർക്കിടയിലുള്ള എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുക. സോ ഇതൊക്കെ തന്നെയാണ് ആക്ച്വലി ഞാൻ എന്ത് ചെയ്യുന്നത്, അവിടെ കൂടുതൽ പഠിക്കാൻ എനിക്ക് സാധിച്ചത്. കാരണം ഒരുപാട് ആൾക്കാരിലേക്ക് ഇറങ്ങി ചെല്ലാനും പിന്നെ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും, ആ മണ്ഡലത്തിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും, പ്രീവിയസ്ലി ഉണ്ടായിരുന്ന സിറ്റിംഗ് MLA എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തില്ല എന്ന് മനസ്സിലാക്കാനും, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്ന് മനസ്സിലാക്കാനും, സോ ഒപ്പോസിഷൻ നിന്ന LDFൻ്റെ സ്ഥാനാർത്ഥിയാണെങ്കിലും അവിടെ എന്തൊക്കെ കാര്യങ്ങൾ അതിനു വേണ്ടി ഒപ്പോസ് ചെയ്തു, സോ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. പക്ഷേ എൻ്റെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് LDF അല്ലെങ്കിൽ UDF മാത്രം ഉണ്ടായിരുന്ന കുണ്ട്ര ആ ഒരു പിക്ചറിലേക്ക് നമ്മുടെ BJP NDAയും കൂടെ കടന്നു ചെന്നു. അവിടെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റി. എൻ്റേതായിട്ടുള്ള രീതിയിലും എൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ പ്രവർത്തകർ തന്നെയായിരുന്നു. രാപ്പകൽ അത്രയും അധ്വാനിച്ച ഒരുപാട് പേരുണ്ടായിരുന്നു. അവരുടെ അടുത്ത് എല്ലാവരുടെ എനിക്ക് ഒരുപാട് നന്ദി പറയാനുണ്ട്. കാരണം അവരത്രയും ഒരു എന്താ പറയുക, എനിക്കൊന്ന് കഴിഞ്ഞ പ്രാവശ്യം BDGS ആണ് നിന്നത്. അപ്പോൾ BDGSന് അറൗണ്ട് 6000 വോട്ട്സ് മാത്രമേ കിട്ടിയുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പം നല്ല ആക്റ്റീവായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത് നമ്മുടെ BJPയുടെ പ്രവർത്തകർ നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു ബേസ് ആയിട്ട് എത്ര പോയാലും ഒരു 25,000 വോട്ട്സ് ഉണ്ടായിരിക്കും. പക്ഷേ നമുക്ക് ജയിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു മേ ബി ചിലപ്പോൾ ഒരു 35,000 വോട്ട്സ് നമുക്ക് എക്സ്ട്രാ വേണ്ടി വരും ഈ ബേസ് വോട്ടിനെക്കാട്ടി. എന്തായാലും എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബേസ് വോട്ട് ആയിട്ടുള്ള 25,000-നെക്കാട്ടിയും എക്സ്ട്രാ ആയിട്ട് ഒരു 10,000 അല്ലെങ്കിൽ 15,000 വോട്ട്സ് എനിക്ക് എക്സ്ട്രാ കിട്ടും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതിലൊരു കോൺഫിഡൻസും ഉണ്ട് എനിക്ക്. പക്ഷേ മേ ബി ചിലപ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ എണ്ണം കൂടുതലാണെന്നുണ്ടെങ്കിൽ, അതിനോടൊപ്പം നമ്മുടെ BJPയുടെ ബേസ് വോട്ട് മൊത്തം നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വിജയിക്കാനുള്ള സാധ്യതയും അവിടെ കൂടുതലാണ്. സോ പക്ഷേ ഞാൻ ആലോചിക്കുന്നതെന്ന് വെച്ചാൽ LDF കോട്ടയിൽ ചെന്ന് വിശ്വനാഥ് എന്ന് പറയുന്നത് നമ്മുടെ ഉമ്മൻചാണ്ടി സാറിൻ്റെ പിൻഗാമി അല്ലെങ്കിൽ അടുത്ത മിനിസ്റ്റർ എന്ന് പറയുന്ന ഒരു വ്യക്തിനെ കൂടെയൊക്കെയാണ് നമ്മൾ കോമ്പറ്റീറ്റ് ചെയ്യുന്നത്. സോ എനിക്ക് കിട്ടിയിരിക്കുന്ന മണ്ഡലം എന്ന് പറയുന്നത് C കാറ്റഗറി മണ്ഡലമായിരുന്നു. അപ്പോൾ A++ ഉണ്ട്, A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്. അപ്പോൾ എനിക്ക് കിട്ടിയത് C കാറ്റഗറി മണ്ഡലമാണ്. സോ ഒബ്വിയസ്ലി ഈ ഒരു ഇലക്ഷനോട് കൂടി നമ്മുടെ C കാറ്റഗറി മണ്ഡലമായിട്ടുള്ള കുണ്ട്രേനെ എനിക്കൊരു A കാറ്റഗറിയിലേക്ക് എത്തിക്കാനായിട്ട് പറ്റും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സോ അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയൊരു വിജയമായിട്ട് ഞാൻ കാണുന്നത്. സോ അതിനോടൊപ്പം എനിക്ക് ജയിക്കുമെന്ന് തന്നെയാണ്. മെയ് 4-ാം തീയതി അന്ന് കുണ്ട്രയിൽ താമര വിരിയും, അല്ലെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ടതിൻ്റെ ബലം ഉണ്ടാകും. അല്ലെങ്കിൽ നമുക്ക് അവിടെ വോട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. ഐ മീൻ നമ്മുടെ BJP അല്ലെങ്കിൽ എൻ്റെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുമ്പോൾ ബേസ് വോട്ടായിട്ടുള്ള BJPയുടെ എല്ലാ വോട്ടും നമുക്ക് കിട്ടണം. അതിനോടൊപ്പം എക്സ്ട്രാ ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്നെ കണ്ട് എന്നോടുള്ള ഇഷ്ടവും എന്നോടുള്ള ട്രസ്റ്റും, അല്ലെങ്കിൽ എനിക്ക് ഓക്കെ ഈ ഒരു പേഴ്സണ് പൊട്ടൻഷ്യൽ ഉണ്ടാവും, പിന്നെ ബേസിക്കലി ഒരു ഡോക്ടറാണ്, ഇങ്ങനെ കുറേ ക്രൈറ്റീരിയാസ് ഉണ്ട്. പിന്നെ അവിടെ കുറേ ജനങ്ങളെ ഞാൻ ഡയറക്റ്റായിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന കുറച്ച് സമയം കിട്ടുള്ളൂ. പക്ഷേ ആ സമയത്തെല്ലാം മാക്സിമം ആൾക്കാരിലേക്ക് എനിക്ക് എത്താൻ സാധിച്ചു. പിന്നെ അത് മാത്രമല്ല, ലൈക്ക് എന്താ പറയുക, അറിയാമല്ലോ കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ. അവർ നേരത്തെ LDF UDF നേരത്തെ തന്നെ അവിടെ ക്യാമ്പയിൻ എല്ലാം സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എന്നിരുന്നാലും മാക്സിമം എഫേർട്ട് ഇട്ടിട്ടുണ്ട് അവിടെ. എനിക്ക് തോന്നുന്നു വ്യക്തമായി പറയുകയാണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ LDFനെ മത്സരിച്ച അവിടുത്തെ പ്രാദേശിക നേതാവാണ് വിശ്വനാഥ്, അവിടുത്തെ സിറ്റിംഗ് MLA ആണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് വരുമ്പോൾ താങ്കൾ തിരുവനന്തപുരം സ്വദേശിയായ താങ്കൾ കുണ്ട്രയിലേക്ക് വരുമ്പോൾ താങ്കൾക്ക് അതിൻ്റെ വെല്ലുവിളികളുണ്ട്. ഇതുവരെ പരിചിതമല്ലാത്ത ആളുകൾ, പരിചിതമല്ലാത്തൊരു മേഖല. എല്ലാവരും എനിക്ക് പരിചിതമാണ് കേട്ടോ. മോസ്റ്റ്ലി എല്ലാവരും എനിക്കറിയാം. കാരണം ഈ ഒരു സ്ഥാനാർത്ഥിയായിട്ട് എനിക്ക് തോന്നുന്നു കേരളത്തിൽ എന്നെ കുറച്ച് പേർക്കൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അറിയാമായിരിക്കും. പക്ഷേ കൂടുതൽ ആൾക്കാർക്ക് എന്തായാലും ഈ ഒരു നിയമസഭാ ഇലക്ഷനിൽ നിന്നതാണ് കുണ്ട്രയിലുള്ള മിക്കുള്ള മെജോറിറ്റി ആൾക്കാർക്ക് എന്നെ അറിയാമായിരിക്കും. സോ അതെൻ്റെ ഒരു വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. കാരണം നമ്മൾ എവിടെ പോയാലും നമ്മളെ റെക്കഗ്നൈസ് ചെയ്യുക, നമ്മളോട് സംസാരിക്കുക. എൻ്റെ അടുത്ത് സംസാരിക്കാൻ വന്ന എല്ലാവരുടെ അടുത്തും ഞാൻ നല്ല രീതിയിൽ സംസാരിച്ചിട്ടുള്ളൂ, പെരുമാറിയിട്ടുള്ളൂ. പ്രശ്നങ്ങൾ ആരെങ്കിലും പറയുകയാണെങ്കിൽ അത് കേൾക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ മെയ് 4-ാം തീയതി എന്ത് സംഭവിക്കും എന്നുള്ളത് എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. മറ്റൊരു കാര്യത്തിലേക്ക് സംസാരിക്കുകയാണെങ്കിൽ, നിലവിൽ ഒരു പറ്റം സെലിബ്രിറ്റീസ് ഇത്തവണ ഇലക്ഷനിൽ നിന്നിരുന്നു. BJP ഭാഗമായി NDA ഭാഗമായിട്ടുള്ള ഇതിൽ നിന്നിരുന്നു. പക്ഷേ 2020-ലാണ് കൂടുതൽ ആൾക്കാർ വന്നത്. BJP എന്ന ഡയറക്റ്റ് BJPയിലേക്ക് വരുമ്പോൾ കേരളത്തിലേക്ക് BJPനെ വരുമ്പോഴത്തേനും ഒരു വിമർശനങ്ങൾ കേൾക്കാനും അല്ലെങ്കിൽ സംഘിക എന്നുള്ള വിളിയിൽ കേൾക്കാനൊക്കെ ചാൻസസ് ഭയങ്കര കൂടുതലാണ്. അതായത് സോഷ്യൽ മീഡിയയിലടക്കം വിമർശനങ്ങൾ നേരിടാനും ഭയങ്കരമായിട്ടുള്ള ഒരു അറ്റാക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ വ്യക്തി ഡയറക്റ്റായിട്ട് BJPയിലേക്ക് തന്നെ വരണം എന്ന് തീരുമാനം എടുക്കുന്നത്? അതെൻ്റെ വ്യക്തിപരമായിട്ടൊരു ഇഷ്ടമാണ്. നമുക്ക് എല്ലാവർക്കും ഓരോ ഇഷ്ടങ്ങളുണ്ടാവില്ലേ. സോ ബ്രോയിനൊരു ഇഷ്ടം ഉണ്ടാവും, എനിക്കൊരു ഇഷ്ടം ഉണ്ടാവും. അപ്പോൾ ബ്രോയിൻ്റെ ഇഷ്ടത്തിനെ ഞാൻ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ എന്തുകൊണ്ട് ബ്രോ അത് ചെയ്യുന്നു എന്ന് ചോദിക്കാനുള്ള ഒരു റൈറ്റ് എനിക്കില്ല. മനസ്സിലായില്ലേ? അതേപോലെ നമുക്ക് എല്ലാവർക്കും പേഴ്സണൽ ആയിട്ടുള്ള ചോയ്സ് ഉണ്ട്. അപ്പോൾ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ചോയ്സ് ആയിരുന്നു എനിക്ക് BJPയിലേക്ക് വരണം, അല്ലെങ്കിൽ നമ്മുടെ രാജ്യം ഭരിച്ചിരുന്ന ഭരിക്കുന്ന പാർട്ടി. അതായത് ഞാൻ എപ്പോഴും പറയുന്നത് എൻ്റെ ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ശ്രീ നരേന്ദ്രമോദിജീൻ്റെ, അല്ലെങ്കിൽ പുള്ളിക്കാരൻ കാരണമാണ് ഞാൻ ഈ ഒരു പാർട്ടിയിലേക്ക് വരാനുള്ള മെയിൻ റീസൺ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, റീസെൻ്റ്ലി എനിക്കത് പുള്ളിക്കാരൻ നേരിട്ട് കാണാനും ഉള്ളൊരു ഭാഗ്യം കിട്ടി. സോ ഇതെല്ലാം ഞാൻ സത്യം പറഞ്ഞ ഒരു ഡ്രീം കം ട്രൂ ആയിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഒരു നോർമൽ മിഡിൽ ക്ലാസ് ഫാമിലി ജനിച്ച, അല്ലെങ്കിൽ അധികം ഭയങ്കര പഠിക്കുന്ന ഒരു കുട്ടിയല്ലാത്ത, അല്ലെങ്കിൽ ഭയങ്കര ടാലൻ്റ് ഒന്നും അല്ലാത്ത
അപ്പോൾ അങ്ങനെയുള്ള ഒരാളായിട്ടുള്ള എനിക്ക് നമ്മുടെ രാജ്യം ഭരിക്കുന്ന പാർട്ടിയിൽ ഒരു മെമ്പർഷിപ്പ് കിട്ടാനും ആദ്യത്തെ ഇലക്ഷനിൽ തന്നെ എനിക്ക് നിൽക്കാനും സോ എൻ്റെ മാക്സിമം എഫേർട്ട് ഇടാനൊക്കെ സാധിച്ചത് സത്യം പറഞ്ഞാൽ ഞാൻ വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു. ഭാഗ്യം മാത്രമല്ല, കഠിനാധ്വാനം ഉണ്ട്, ഇതിൻ്റെ പുറകിൽ ഒരുപാട് ഹാർഡ് വർക്ക് ഉണ്ട്, സ്മാർട്ട് വർക്ക് ഉണ്ട്. ചുമ്മാ എനിക്ക് സീറ്റ് തരത്തില്ലല്ലോ, ഞാൻ അതിനുവേണ്ടി അത്രയും പ്രയത്നിച്ചു, അത്രയും ഹാർഡ് വർക്ക് ചെയ്തു, കൺസിസ്റ്റൻ്റ് ആയിട്ട് എൻ്റെ ആഗ്രഹങ്ങൾ പിന്തുടർന്നു. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. ഞാൻ ഇപ്പോഴും പറയുന്നു, ഇൻ കേസ് ഞാൻ മെയ് 4-ാം തീയതി ജയിക്കുകയാണെങ്കിൽ, ഇത് കാണുന്ന പലരും ജയിക്കുമെന്ന് പറയും, പക്ഷേ എന്നാലും 1% ചാൻസിൽ ഞാൻ ജയിക്കുകയാണെങ്കിൽ ഞാൻ ഓഗസ്റ്റ് 20-ാം തീയതി 2025 ഞാൻ കാറിൽ വെച്ചിട്ട് ഞാൻ സെൽഫായിട്ട് എടുത്ത ഒരു വീഡിയോ ഉണ്ട്. ഓക്കെ, അതിൽ ഗൂഗിൾ ടൈമും ഡേറ്റും എല്ലാം മെൻഷൻ ചെയ്യുന്നുണ്ട്. ആ വീഡിയോ ആയിരിക്കും ഞാൻ ആദ്യമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്ന. ഒബ്വിയസ്ലി അതൊരു എന്താ പറയുക, ഒരുപാട് പേർക്ക് ജീവിതത്തിൽ ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരുപാട് പേർക്ക് അതൊരു ഇൻസ്പിറേഷൻ ആവാൻ പോകുന്ന ഒരു വീഡിയോ ആയിരിക്കും. ഇതേപോലെ ഞാൻ ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു 8 മാസം മുന്നേ. അത് ഞാൻ ബിഗ് ബോസിന് ശേഷം വന്നിട്ട് ഞാനത് പോസ്റ്റ് ചെയ്തിരുന്നു. സോ അതേപോലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ അതും എക്സൈറ്റഡ് ആണ്, അത് പോസ്റ്റ് ചെയ്യണം വേണ്ടത്. ഞാൻ പറയുന്നത് ജയിച്ചാലും തോറ്റാലും ഞാനത് പോസ്റ്റ് ചെയ്യും, അതല്ലേ. ഒന്നാമത്തെ കാര്യം, എനിക്ക് ഈ ഒരു മെമ്പർഷിപ്പ് കിട്ടി, ഇതിലേക്കൊരു എന്താ പറയുക, സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോഴേ ഞാൻ ജയിച്ചു, മനസ്സിലായില്ലേ. ഇപ്പം അവിടെ ഉള്ള ജനങ്ങൾ എത്ര പേരാണെങ്കിലും എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയും പേരുടെ മനസ്സിലും അവർ എനിക്കൊരു ഇടം തന്നിട്ടുണ്ട്, അല്ലെ. അവരുടെ സ്നേഹം അല്ലെങ്കിൽ ഞാൻ നിൽക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എനിക്കതിൽ ഞാൻ അവിടെ വിജയമായിട്ടുണ്ട്. പിന്നെ ഒരു ഓട്ട മത്സരത്തിന് ഒരാൾ ഒന്നാമത് എത്തിയെന്ന് പറഞ്ഞിട്ട് പിന്നിൽ ഓടിയ ആൾക്കാരെല്ലാം തോറ്റുപോയി എന്നല്ല അർത്ഥം. അവരെത്താൻ വേണ്ടി കുറച്ച് വൈകി എന്നുള്ളതേ ഉള്ളൂ. കുറച്ചുകൂടെ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ജയിക്കാൻ പറ്റും. പക്ഷേ എനിക്കെന്തോ ഈ പ്രാവശ്യം കുണ്ട്രയിൽ BJP എൻ്റെ നമ്മുടെ താമര വിരിയും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഈ മറ്റൊരു കാര്യത്തിലേക്ക് കിടക്കണമെങ്കിൽ, ഇപ്പോൾ കുണ്ട്ര മണ്ഡലത്തിലെ താങ്കളുടെ പ്രവർത്തനങ്ങൾ, ഇപ്പോൾ ബാക്കിയുള്ള സെലിബ്രിറ്റി ഉള്ള താരങ്ങൾ, ഇപ്പോൾ അഞ്ജലി നായരാണെങ്കിലും അഖിൽമാരാണെങ്കിലും മത്സരിച്ച് സജീവമായി സോഷ്യൽ മീഡിയയിൽ പ്രകാശിച്ച് നിൽക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ വിവാദങ്ങളുണ്ടാക്കി വിമർശനങ്ങളുണ്ടാക്കിയൊക്കെ നിലനിന്ന് വരുന്നു. താങ്കളെ സംബന്ധിച്ച് താങ്കളായിട്ടുണ്ടാക്കിയ വിമർശനങ്ങൾ വാൾ പൊക്കി എന്നുള്ള രീതിയിൽ കണ്ടിരുന്നു, അതല്ലാതെ വലിയ സജീവമായിട്ട് സോഷ്യൽ മീഡിയ കണ്ടില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മാറ്റം? ഞാൻ ആക്ച്വലി ഈ ഒരു ഇലക്ഷന് നിൽക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് PR ടീം കോൺടാക്ട് ചെയ്തിരുന്നു. അപ്പം ഞാൻ സത്യം പറഞ്ഞ ഒരു PR ടീമിന് ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് കൊടുത്തില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ കൊണ്ടുവന്ന് നിന്നാലും ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നു അതെല്ലാം പുറം ലോകത്തുള്ള എല്ലാവരും കാണും. ഓക്കെ, അത് പിന്നെ ജഡ്ജ് ചെയ്യും. അതിൻ്റെ ബേസിസിൽ പിന്നെ പല രീതിയിലുള്ള തർക്കങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാവും. അപ്പം ഞാനായിട്ട് ഒരു PRനും ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മേ ബി പാർട്ടി ബേസിസിലായിട്ടുള്ള ചെറിയ ലോക്കൽ PRs കൊടുത്തിട്ടുണ്ട്, ലോക്കൽ ചാനൽസിനെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് അവരായിട്ടാണ് അത് മോണിറ്റർ ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, എൻ്റെ കണ്ടൻസ് ഒന്നും പുറത്ത് ഞാൻ വിട്ടിട്ടില്ല, മനസ്സിലായില്ല. എനിക്കൊന്നും മറ്റേ ക്രിക്കറ്റ് കളിക്കുന്ന പിന്നെ ഫ്ലാഗ് അങ്ങനെയുള്ള നമ്മൾ വേണമെന്ന് വെച്ച് കൊടുത്ത കുറച്ച് കാര്യങ്ങൾ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ പുറത്ത് എത്തിക്കുക. അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും ഒരു ദ്രോഹം വരുത്താത്ത ചെറിയ കണ്ടന്റുകൾ മാത്രം, അല്ലാതെ വലിയ വിവാദം. ഈ വാളിൻ്റെ കാര്യം പോലും അത് സത്യം പറഞ്ഞാൽ വേലുത്തമ്പി ദളവ വിളംബരം ചെയ്തൊരു നാടാണ് കുണ്ട്ര. അപ്പോൾ അവിടെ വെച്ചിട്ട് ഈ പുഷ്പങ്ങൾ നമ്മൾ സമർപ്പിച്ചിട്ട് അതിനുശേഷം പെട്ടെന്ന് എൻ്റെ കയ്യിൽ ഈ ഒരു സംഭവം തന്ന് ഇങ്ങനെ വിളിച്ചപ്പോൾ ഞാനത് ചെയ്തു. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവിടെ ഒരു ബാഡ് ഇൻറ്റൻഷൻ ഒന്നുമില്ല, അല്ലാതെ അവിടെ ഒരു വർഗീയതയോ അല്ലെങ്കിൽ ഇതിപ്പോൾ നമ്മൾ അങ്ങനെയൊന്നും അല്ല. നമ്മൾ ആ ഒരു സിറ്റുവേഷൻ അത് ചെയ്തൊരു കാര്യമാണ്. അത് ഇത്രയും പേർക്ക് എന്തെങ്കിലും കിട്ടണമല്ലോ. പൊളിറ്റിക്കൽ പരമായിട്ട് നിൽക്കുമ്പോൾ മറ്റുള്ള പാർട്ടിക്കാർക്ക് എന്തെങ്കിലും ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അതിപ്പോൾ നമ്മുടെ പാർട്ടി കിട്ടിയാലും മറ്റുള്ള ഒരാൾ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അത് ചൂണ്ടിക്കാണിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എനിക്ക് തോന്നുന്നു മെയിൻലി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാണ് അത് മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി നിന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം അവരുടെ പേജസിലാണ് കൂടുതലും ഈ വാളിനെ വെച്ചിട്ടുള്ള വിവാദങ്ങൾ കൂടുതൽ വന്നത്. അപ്പം അതും സത്യം പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ഇൻറ്റൻഷനും ഇല്ല. അവിടെ നിന്ന് ഒരാൾക്കും അങ്ങനത്തെ ഒരു നെഗറ്റീവ് ഇൻറ്റൻഷനിലല്ല അത് ചെയ്തത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ റീസെൻ്റ് വിജയ് പോലും ആൾ പൊക്കിയതായിട്ട് ഞാൻ കണ്ടു. ഇതിന് പിന്നെ വേടം ആൾ പൊക്കിയതായിട്ട് കണ്ടു. അപ്പോൾ പലരും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അതൊരിക്കലും ആ ഒരു രീതിയിൽ എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാനൊരു സ്ഥാനാർത്ഥി ആയതുകൊണ്ട് ഞാനത് എടുത്തത് ഒരിക്കലും അത് ബാഡ് ഇൻറ്റൻഷനിലല്ല. അതിൻ്റെ ബാക്കിൽ വേലുത്തമ്പി ദളവയുടെ വാള് പൊക്കിയ ഒരു പിക്ചറും അതിൻ്റെ ബാക്കിൽ ഉണ്ടാവും, മനസ്സിലായില്ല. ഒരു ഇതിൻ്റെ സ്മാരകത്തിൻ്റെ ഫ്രണ്ട് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് സമയത്ത് നടന്നുപോയി. പക്ഷേ അത് ഒരിക്കലും ഇത്രയും വലിയൊരു വിവാദമാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതിനെപ്പറ്റി ഞാൻ കൂടുതലൊന്നും പറയാനും പോകുന്നില്ല. തെറ്റാണെന്ന് ചോദിച്ചാൽ തെറ്റൊന്നുമല്ല. അവിടെ അവർക്ക് അത് ചെയ്യണമെന്ന് തോന്നി, ഞാനത് ചെയ്തു എന്നും പറഞ്ഞ് അതൊരു വർഗീയത അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെയൊന്നുമില്ല. അവിടെ ഒരു ബേസിക്കലി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ ഒരിക്കലും മതപരമായിട്ടുള്ള കാര്യങ്ങളോ വർഗീയത പറയുന്ന ഒരാളല്ല. ഇന്നേവരങ്ങനെ കേട്ട് കാണത്തില്ല. സ്ത്രീകൾക്ക് എഗൻസ്റ്റ് ആയിട്ട് പറയുന്ന ഒരാളും അല്ല ഞാൻ, മനസ്സിലായില്ല. അപ്പം അങ്ങനെയുള്ളൊരു രീതിയിൽ ഈ ഒരു കാര്യം പറയുമ്പോഴത്തേക്ക് ഓക്കെ മാനിപ്പുലേറ്റഡ് ആണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. കാരണം കിട്ടുമ്പോഴത്തേക്ക് അത് കുറേ ഗ്രൂപ്പുകളിലെല്ലാം ഷെയർ ചെയ്തതായിട്ട് ഞാൻ അറിഞ്ഞു. വാള് പൊക്കിയിരിക്കുന്നു, ഉറപ്പായിട്ട് ഒരു സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ ഇവിടെ എന്താണ് വലിയ രീതിയിലുള്ള ബഹളങ്ങളും കാര്യങ്ങളല്ല. ഇത് എന്താ UP-ൽ നടന്നു, ഗുജറാത്തിൽ നടന്നു, അതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല, മനസ്സിലായില്ല. ഇത് ജസ്റ്റ് ആ ഒരു ഇൻസിഡൻറ്റിൽ അവിടെ അങ്ങനെ നടന്നു. അത് കൂടാൻ പാടില്ല എന്നൊന്നുമില്ല.
സോ ഈ സാധാരണയായിട്ട് റോബിൻ രാധാകൃഷ്ണൻ ആദ്യ സമയങ്ങളിൽ അറിയുന്ന ശബ്ദം ഉണ്ടാക്കി അലറൽ വീരുന്നുള്ളത്. അപ്പോൾ ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ച ശേഷം ദൃശ്യമാധ്യമങ്ങൾ സാറ്റലൈറ്റ് മാധ്യമങ്ങളിലടക്കം താങ്കളെ പറഞ്ഞിരുന്നു ഇനി കുണ്ടറയിൽ അലറാൻ ഒരാൾ വന്നിരിക്കുകയാണ്, അയാളെ മുഖവിലയ്ക്ക് എടുക്കണ്ട എന്നുള്ള രീതിയിലൊക്കെയാണ്. അങ്ങനെയൊക്കെ പറഞ്ഞ് പക്ഷേ ആ രീതിയിലുള്ള ഒന്നും രീതിയിലല്ല താങ്കളുടെ പ്രവർത്തനം നടത്തിയത്. പക്ഷെ അങ്ങനെയൊക്കെ പറഞ്ഞവരോട് താങ്കൾക്ക് എന്താ പറയാനുള്ളത്? ഞാൻ പറയട്ടെ, ഞാൻ ഇതിന് മുന്നേ ഒബ്വിയസ്ലി ഞാൻ ലൗഡായിട്ട് നിന്നിട്ടുണ്ട്. അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു, ഞാൻ ലൗഡായിട്ട് നിന്നിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് ആരെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായെന്ന് വെച്ചില്ല. കുറേ കണ്ടന്റുകൾ കിട്ടി, ആൾക്കാർക്ക് പറയാൻ ഒരു കാര്യം ഉണ്ടായി. അതുകൊണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ ഞാൻ പോയ ഇനോഗ്രേഷൻസിനൊക്കെ അവർക്ക് കുറേ പബ്ലിസിറ്റി കിട്ടി. എനിക്ക് തന്ന കാശിന് ഞാൻ ജോലിയും ചെയ്തു. അത് അവിടെ കഴിഞ്ഞു 2 വർഷം എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഞാൻ വലുതായിട്ട് ലൗഡായിട്ട് നിൽക്കുന്നതായിട്ടൊന്നും നിങ്ങൾ ആരും കണ്ടു കാണത്തില്ല. ഇപ്പോൾ അവിടെ പ്രവർത്തനം ചെയ്തപ്പോഴും ഞാൻ ഭയങ്കര ലൗഡായിട്ടല്ല ചെയ്തിട്ടുള്ള. ലൗഡായിട്ട് നിന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ നിൽക്കുന്ന സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത് ചിലപ്പോൾ പുറത്തൊന്നും വന്നും കാണത്തില്ല. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് ഞാൻ ഒരു പോസിറ്റീവ് നെഗറ്റീവ് മിക്സ് ആയിട്ടുള്ള ഒരു പച്ചയായ മനുഷ്യനാണ്. എനിക്ക് എപ്പോഴും അയ്യോ 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 ഇങ്ങനെ ഹംബിൾനെസ് ഒന്ന് കാണിച്ച് കാംനെസ് ഒക്കെ കാണിച്ചിട്ട് ഒരു നല്ലവനായ ഉണ്ണിയായിട്ടൊന്നും നിൽക്കാൻ എനിക്കറിയത്തില്ല. എനിക്ക് എന്ത് തോന്നുന്നു ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് പറയുന്ന ഒരാളാണ്. തെറ്റ് പറ്റുന്ന ഒരു മനുഷ്യനാണ്. തെറ്റ് പറ്റി കഴിഞ്ഞാൽ അത് തെറ്റ് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. പിന്നെ മാക്സിമം ഞാൻ പറയില്ല, എൻ്റെ ബെറ്റർ സെൽഫ് എപ്പോഴും കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരാളാണ്. ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്താൽ വന്നിട്ടുള്ളത്, ഇപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളാണ്. അപ്പം അത് നമുക്ക് ലൈഫ് ഓരോ ദിവസം ബെറ്റർ ആക്കി കൊണ്ടുവരാനും എന്തെങ്കിലും തെറ്റുകൾ വന്നു കഴിഞ്ഞാൽ അത് ആവർത്തിക്കാതിരിക്കാനും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. പിന്നെ നമുക്കിട്ട് ഒരുപാട് ഇങ്ങോട്ട് വന്ന് നമ്മളെ ഒരുപാട് ദ്രോഹിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തിരിച്ച് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ഞാൻ പ്രതികരിക്കാറുമുണ്ട്. അത് ഞാനൊരു പച്ചയ മനുഷ്യനായതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കണക്ക് ഈ അലറുന്ന സംഭവങ്ങളൊന്നും ഞാൻ എൻ്റെ ക്യാമ്പയിനിൽ ചെയ്തിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അവിടെ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് എനിക്കറിയാം. ഓക്കെ, പിന്നെ ഞാൻ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അവിടെ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് എനിക്കറിയാം. ഒറ്റൊരു പ്രാവശ്യം മാത്രം എൻ്റെ ഭാഗത്ത് നിന്ന് മിസ്റ്റേക്ക് ഉണ്ടായത് ഇവിടെ ആലുവയിലുള്ള ഒരു കോളേജിൽ പോയപ്പോൾ. അന്ന് അത്രയും കോൺട്രവേഴ്സീസും അത്രയും ഡീഗ്രേഡിങ് വന്ന സമയത്ത് മീഡിയാസ് എല്ലാം കൂടെ വന്ന് എൻ്റെ അടുത്ത് ചോദ്യം ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ ഔട്ട് ബസ്റ്റ് ആയിപ്പോയി. അത് എൻ്റെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് ആണെന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ ഒരു സ്ഥലത്ത് പോലും ഞാൻ അതേപോലെ ചെയ്തിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പം അത് പലർക്കും പണ്ടത്തെ കാര്യമായി. എനിക്കൊന്ന് 2022 കഴിഞ്ഞ് 23 24 25 26 ഇനി ഞാൻ ചിലപ്പോൾ ഫ്യൂച്ചറിൽ ഇനി ഒരു 10-20 വർഷം കഴിഞ്ഞാലും ചിലപ്പോൾ ഈ കാര്യം പറയുമായിരിക്കും. അത് പറയുന്നതിൽ എനിക്കൊരു പ്രശ്നമില്ല, കാരണം ഞാൻ ചെയ്തിട്ടുള്ള കാര്യമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അത് വെച്ചിട്ട് ക്രിറ്റിസിസവും കാര്യങ്ങളും ഡിഗ്രേഡിങ് അത് കഴിഞ്ഞു. അത് വെച്ചിട്ട് ഒരിക്കലും ഇപ്പം ജഡ്ജ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ രാജ്യത്ത് അങ്ങോളം നിയമസഭ ഇലക്ഷൻ നടക്കുകയാണ്. അപ്പോൾ അതിൽ ശ്രീ നരേന്ദ്രമോദി വളരെ കുറച്ച് ആളുകളെ കാൻഡിഡേറ്റ്സിനെ മാത്രമാണ് നേരിട്ടുള്ളൂ. അപ്പോൾ അത്തരത്തിൽ കാണാനായിട്ടുള്ള ഭാഗ്യം ലഭിച്ച യുവ മത്സരാർത്ഥികളിൽ ഒരാളാണ് താങ്കൾ. അപ്പോൾ അതിന് ആ ഒരു എക്സ്പീരിയൻസിന് എന്താ പറയുക? അയ്യോ, സത്യം പറഞ്ഞാൽ ഞാൻ എപ്പോഴും എനിക്കൊന്ന് ആദ്യമേ പറഞ്ഞാണ് എൻ്റെ ഒരു ഇൻസ്പിറേഷനാണ് ശ്രീ നരേന്ദ്രമോദിജി, നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. കാരണം 3 പ്രാവശ്യം എന്ത് ചെയ്തിരിക്കുക പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. ഇന്ന് ലോകത്തിൽ തന്നെ 3 പ്രാവശ്യം അടുപ്പിച്ച് പ്രധാനമന്ത്രി ആവുന്ന ഒരാളെന്ന് പറയുന്നത് അദ്ദേഹം തന്നെയാണ്. അപ്പം എനിക്ക് പുള്ളിക്കാരൻ ഭയങ്കര പവർഫുള്ളായിട്ടും ഭയങ്കര ഒരു സ്ട്രോങ് പേഴ്സണായിട്ടും എന്ത് ഫേസ് ചെയ്യാനായിട്ടുള്ള ചങ്കുറ്റുള്ള ഒരാളായിട്ട് എനിക്ക് ഫേസ് ചെയ്തിട്ടുണ്ട്, ചിന്തിച്ചിട്ടുണ്ട്. കാരണം പലരും എന്തൊക്കെ പറഞ്ഞാലും ഇഷ്ടപ്പെടുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. ഞാൻ പറയട്ടെ, ഒരു 5000 പേര് വെറുക്കുന്നുണ്ടെങ്കിൽ, ഒരു 50,000 പേര് വെറുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഒരു 5 കോടിയോ 50 കോടിയോ ജനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. സോ അതുകൊണ്ട് എപ്പോഴും വെറുക്കുന്ന ആൾക്കാരുടെ എണ്ണം ഉണ്ടായിരിക്കും, പക്ഷേ അതിനെക്കാട്ടിയും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ട്. മനസ്സിലായി? ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ കേരളത്തിൽ അവിടെ ഇവിടെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ പറയുമായിരിക്കും, പക്ഷേ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് എന്നെ പോലെയുള്ള ഒരുപാട് പേരുണ്ട്. അപ്പം ഞാനിത് പറഞ്ഞത് എനിക്ക് തോന്നുന്നു ജനുവരിയില്ല. എനിക്ക് ഈ ഏപ്രിൽ ആയപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയി. ഞാൻ ആക്ച്വലി ട്രിവാൻഡ്രത്തായിരുന്നു. അപ്പം പെട്ടെന്ന് എനിക്കൊരു കോള് തിങ്കളാഴ്ച എനിക്ക് വരുന്നു. വൈകുന്നേരം ആയപ്പോൾ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ഡോക്ടറെ സ്റ്റേറ്റ് ഓഫീസിൽ നിന്നാണ്, അപ്പം ഈ ID കാർഡ് ഇതൊക്കെ ഒന്ന് അയച്ചു തരണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്തിനാ അപ്പം പറഞ്ഞു, പ്രൈം മിനിസ്റ്ററിനെ കാണാനാണ്. വിഷുവിൻ്റെ അന്നാണ്, 15-ാം തീയതിയാണ് നമ്മുടെ എയർപോർട്ടിൽ അവിടെ നമ്മുടെ ഒരു സ്പേസിലുണ്ടെന്ന് പറഞ്ഞു. അത് ഞാൻ പറയുന്നില്ല. അപ്പം ഞാൻ പറയാം ഓക്കെ, ഇനി ഇത് പ്രാങ്ക് കോളാണോ? കാരണം ഞാൻ അങ്ങോട്ട് ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടില്ല. അപ്പം ഇത് എങ്ങനെ ഇത് വരും? കാരണം അങ്ങനെ വരണമെങ്കിൽ PM-ൻ്റെ ഓഫീസിൽ നിന്നൊക്കെ അവർ 1 മാസം മുന്നേ പെർമിഷനൊക്കെ എടുത്തിട്ടാണ് വരുന്നത്. അപ്പോൾ ആരും എൻ്റെ പേര് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ആരാണെങ്കിലും താങ്ക് യു സോ മച്ച്. അപ്പം എൻ്റെ പേര് സജസ്റ്റ് ചെയ്തു. അപ്പം ഞാൻ തിരിച്ച് വിളിച്ചപ്പോഴത്തേക്ക് കാര്യം ശരിയാണ്. എനിക്ക് പാസ് അടുത്ത ദിവസം വന്ന് സ്റ്റേറ്റ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ പോയി അവിടെ നിന്ന് പ്രൈം മിനിസ്റ്ററിനെ കാണാനുള്ള പാസ് കിട്ടി. അത് കിട്ടിയിട്ട് പിന്നെ വെയിറ്റിംഗ് ആയിരുന്നു. പിന്നെ പോയി വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ശംഖുമുഖത്ത് പോയി അവിടെ വെയിറ്റ് ചെയ്തു. അവിടെ ചെന്ന് അപ്പം എൻ്റെ കൂടെ കുറച്ച് പേരും കൂടെ ഉണ്ടായിരുന്നു, ഒരു 10-15 പേരും കൂടെ ഉണ്ടായിരുന്നു. അപ്പം നമ്മളെല്ലാവരും കൂടെ പോയി അവിടെ കണ്ടു. അപ്പോൾ അദ്ദേഹം ആക്ച്വലി നമ്മുടെ നാഗർകോവിൽ റോഡ് ഷോന് പോയതായിരുന്നു. അത് കഴിഞ്ഞ് 4 ചോപ്പറിൽ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അപ്പം നമുക്ക് മറ്റേ സിനിമയിൽ മഞ്ജു വാര്യർ പ്രസിഡന്റിനെ കാണുന്ന ഒരു രംഗമുണ്ടല്ലോ, അതിന് ഞാനിങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ അത് ഈ ചോപ്പറിലാണല്ലോ വരുന്നത്. ചോപ്പറിൽ 4 എണ്ണം ഇങ്ങനെ വന്ന് ഇറങ്ങുന്നു. ഫ്ലൈറ്റ് ഇവിടെ നിൽക്കുന്നു. അവിടെ തന്നെ ഞങ്ങൾ നിൽക്കുന്ന പുള്ളിക്കാർ അവിടെ വന്ന് ഇറങ്ങിയതിന് ശേഷം ചോപ്പറിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ വരുന്നു. നമ്മൾ ഓരോരുത്തരടുത്ത് വരുന്നു. ഓരോരുത്തർക്ക് ഒരു 30 സെക്കൻഡ് സമയം എന്ത് ചെയ്യുന്നു, സംസാരിക്കാനുള്ള കിട്ടുന്നു. എനിക്ക് ഡയറക്റ്റ് ആയിട്ട് പറയാൻ പറ്റി. എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം ഞാൻ പറഞ്ഞു, സാർ യു ആർ മൈ ഇൻസ്പിറേഷൻ, ബിക്കോസ് ഓഫ് യു ഐ എം ഹിയർ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കാര്യമായിട്ട് പറഞ്ഞു. എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്തു, പുള്ളിക്കാരൻ ചിലപ്പോൾ എന്നെ അറിയത്തില്ലായിരിക്കും, ഞാൻ പറഞ്ഞതുപോലെ ഓർത്തിരിക്കുന്നില്ലായിരിക്കും. പക്ഷേ എനിക്കതൊരു ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് ആയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു കാണുന്നു. കാരണം
ഒരു പ്രൈം മിനിസ്റ്ററിനെ കാണുക അല്ലെങ്കിൽ അടുത്ത് സംസാരിക്കുക, അതൊക്കെ പറയുന്നത് നിങ്ങൾ നേരത്തെ പറഞ്ഞ ഈ ഒരു പാർട്ടിയിലേക്ക് ഞാൻ വന്നതുകൊണ്ടും സ്ഥാനാർത്ഥിയായിട്ട് നിന്നതുകൊണ്ടും തന്നെയാണ്. അപ്പോൾ അതിൽ ഞാൻ എപ്പോഴും ബ്ലെസ്ഡ് ആയിട്ട് കാണുന്നു. അത് കഴിഞ്ഞ ശേഷം പുള്ളിക്കാരൻ കയറി പോകുന്നു. ആ ഒരു ഫോട്ടോ ആക്ച്വലി അവരുടെ നരേന്ദ്രമോദി സാറിൻ്റെ ഒഫീഷ്യൽ ആപ്പ് ഉണ്ട്, അതിലേക്ക് നമ്മുടെ ഫേസ് കൊടുക്കുമ്പോൾ വന്നു. അത് വെയിറ്റ് ചെയ്യുന്നു, കാരണം ഒരു ദിവസം എടുത്തു എനിക്കത് കിട്ടാനായിട്ട്. കിട്ടിയ ഉടനെ തന്നെ എന്ത് ചെയ്തു, എടുത്ത് പോച്ചു. അത് ഒരുപാട് പേര് പറയുന്നുണ്ട് എ ആണെന്ന്. പ്രൈം മിനിസ്റ്ററിനെ കണ്ടു സ്ഥാനാർത്ഥി കണ്ടൊക്കെ ആണെന്ന് പറഞ്ഞ് എന്തിനാണെന്ന് അറിയത്തില്ല. ഇന്നിതിപ്പം കേരള കൗമുദിയിലൊക്കെ അത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അതൊരു വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട്, കാരണം ഞാൻ അപ്പോഴും ആലോചിക്കുന്നത് ജനുവരി പറഞ്ഞ ഒരു കാര്യം, ഞാനന്ന് പാർട്ടിയിലെ മെമ്പർ പോലും അല്ലായിരുന്നു. അത് കഴിഞ്ഞ് ഏപ്രിൽ ആയപ്പം എനിക്ക് അദ്ദേഹത്തെ നേരിട്ട് കാണാനും സംസാരിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടി. ഇപ്പോൾ സമകാലിക കുറച്ച് വിഷയങ്ങളിലേക്ക് വരികയാണെങ്കിൽ, കഴിഞ്ഞ ദിവസം ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്ന ഷിയാസ് കരീം പറയുണ്ടായി, ഒരു അനുമോളോടാണ്. ഇപ്പോൾ ബിഗ് ബോസിൽ തന്നെ മത്സരിച്ച അനുമോൾ, ഇവരൊക്കെ ബിഗ് ബോസിലുള്ള ആളുകളാണ്. മത്സരിച്ച് മറ്റേ എന്താണ് ബീഫ് കഴിക്കാത്തത് എന്നുള്ള രീതിയിൽ. ബ്രോ ബീഫ് കഴിക്കുന്ന ഒരാളാണ്? ഇപ്പോൾ ഞാൻ എന്ത് കഴിക്കണം എന്ത് കഴിച്ചുകൂടാ എന്നുള്ള എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. അതിപ്പോൾ എനിക്ക് പബ്ലിക്കലി പറയേണ്ട ഒരു കാര്യമില്ല, മനസ്സിലായില്ല. അതൊക്കെ ബ്രോ ഇപ്പോൾ എന്ത് കഴിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചോദിക്കേണ്ട കാര്യമുണ്ടോ? നമുക്ക് എല്ലാവരും വ്യക്തിപരമായിട്ട് ഇഷ്ടങ്ങളുണ്ടാവത്തില്ല. അപ്പം എനിക്കത് തൽക്കാലം പറയണമെന്ന് താല്പര്യമില്ല. ഞാൻ എന്ത് കഴിക്കുന്നോ എൻ്റെ ആരോഗ്യത്തിനും എൻ്റെ ശരീരത്തിനും എൻ്റെ സന്തോഷത്തിനും വേണ്ടി കഴിക്കുന്ന കാര്യം. അതിപ്പോൾ ബീഫ് കഴിക്കാം കഴിക്കാതിരിക്കാം, അതിപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് താല്പര്യമില്ല. കാരണം അതിനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് വെച്ചിട്ട് പല രീതിയിലുള്ള വിഭാഗം. ഇപ്പോൾ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു, അവനിപ്പോൾ കഴിക്കുന്നത്, നേരത്തെ കഴിക്കുന്നത്, അപ്പോൾ എന്തുകൊണ്ട് കഴിക്കുന്നത്, ഇനി BJP ആയതുകൊണ്ടാണോ കഴിക്കാത്തത്, ഇനി കഴിക്കുന്നത് പറഞ്ഞു കാരണം BJP ആയിട്ട് കഴിക്കുന്നത്. അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. അതൊക്കെ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടമാണ്, അതെൻ്റെ വ്യക്തിപരമായിട്ടുള്ള റൈറ്റാണ്, വ്യക്തിപരമായിട്ടുള്ള എൻ്റെ ഫ്രീഡമാണ് എന്ത് കഴിക്കണം എന്നുള്ളത്. അത് ഞാൻ നിങ്ങളിലും ചോദിക്കാൻ വരുന്നില്ല. അത് വെച്ച് ഒരിക്കലും കഴിക്കുന്ന ഒരു വസ്തുവിനെ വെച്ചിട്ട് ഒരിക്കലും പൊളിറ്റിക്കൽ പരമായിട്ടുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഒരു കലാപോ കാര്യങ്ങളോ ഉണ്ടാക്കുന്നതിൽ എനിക്ക് തികച്ചും താല്പര്യമില്ലാത്ത ഒരാളാണ്. പിന്നെ അതിലെനിക്ക് ഷിയാസ് കരീം അനുമോളും ഫ്രണ്ട്സാണ്. അവർ തമാശയ്ക്ക് പറഞ്ഞത്. പക്ഷേ ഷിയാസ് കരീം പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ലൈക്ക് എന്താ പറയുക, വേണമെന്ന് വെച്ച് BJP ചോദിച്ച മനഃപൂർവ്വം ചോദിച്ചാണെന്ന് പറഞ്ഞു. അത് വേണ്ടിയില്ല. നമ്മളെ സംബന്ധിച്ച് അതിനകത്ത് വ്യക്തമായിട്ട് പോയിന്റ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ എന്താ പ്രശ്നം വെച്ചാൽ, ഒരാൾ ബീഫ് കഴിക്കുന്നുണ്ടോ കഴിക്കുന്നില്ല എന്നറിയാം, അത് പറയുന്നത്. പക്ഷെ ഒരു രാഷ്ട്രീയ അതിനകത്തേക്ക് വലിച്ചെടുക്കപ്പെടുമ്പോൾ അതിനകത്ത് വ്യക്തമായിട്ടുള്ള പൊളിറ്റിക്സ് കൊണ്ടുവരിക. ഞാൻ പറയുന്നത് ആക്ച്വലി അനുമോൾ അത് കഴിക്കുന്നില്ല എന്ന് പറയുന്നു. അതിൻ്റെ ഇടയ്ക്ക് BJP ആണോ എന്ന് ചോദിച്ചത് അത് ആക്സിഡൻ്റലി അല്ല, മനഃപൂർവ്വം ആണെന്നുള്ളത് പുള്ളിക്കാരൻ ഒരു വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു. അപ്പം അത് വേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് തോന്നി, മനസ്സിലായില്ലേ? ഇപ്പം അത് പറഞ്ഞത് കാരണം ഇത്ര ഒരു നാഷണൽ ഇഷ്യൂവിൽ വരെ എന്ത് ചെയ്തു, എന്തൊക്കെയോ പറഞ്ഞിങ്ങനെ പോകുന്നത് കണ്ടു. അത് ഒരു അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി. പിന്നെ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ എൻ്റർടൈൻമെൻറ്റ് സെക്ടർ എന്ന് പറയുന്ന ഓൾ അബൌട്ട് കോൺട്രവേഴ്സീസ് ആൻഡ് ഓൾ. അപ്പോൾ അതുകൊണ്ട് പല രീതിയിലുള്ള ഇതേപോലെ ഇത് പറഞ്ഞാൽ ഇതിങ്ങനെ സംസാരം വരും, അത് കാരണം കുറച്ച് റീച്ച് കിട്ടും, സംസാരം കാര്യങ്ങൾ വരും. പിന്നെ ഷിയാസിന് അങ്ങനെ റീച്ച് കിട്ടേണ്ട ആവശ്യമില്ല. ഷിയാസിന് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ്. അപ്പം അതിൽ പാർട്ടീനെ വലിച്ചഴിച്ചത് വേണ്ടിയിരുന്നില്ല എനിക്ക് തോന്നി. കാരണം ഇപ്പം തിരിച്ച് ഇതേപോലെ പലരും ചോദിക്കുന്നുണ്ടായിരുന്നു, നീ ഇതേപോലെ പന്നിയിറച്ചി കഴിക്കുമോ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം അത് ചോദിച്ചതും ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ചോദിക്കേണ്ട ആവശ്യം എനിക്ക് ഉണ്ടെന്ന് തോന്നുന്നില്ല, അല്ലേ? അതിപ്പോൾ കഴിക്കാതിരിക്കുകയോ ചെയ്താൽ അവിടെയും അത് തിരിച്ച് തന്നെയാണ് ചോദിക്കുന്നത്, അല്ലേ? കാരണം പറയുന്ന കാര്യം തന്നെയാണ് ഇവിടെ തിരിച്ചും ചോദിക്കുന്നത്. അപ്പോൾ ഇതേപോലെയുള്ള അനാവശ്യ കാര്യങ്ങളൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ വെറുതെ അൺനെസസറി ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ വിഷയം കഴിഞ്ഞ് മറ്റൊരു വിഷയത്തിൽ വെച്ചാൽ അഖിൽ മാരാറാണ് കഴിഞ്ഞ റീസെൻ്റ്ലി കൊടുത്തൊരു അഭിമുഖത്തിൽ പറഞ്ഞ അദ്ദേഹം ഈ പ്രസവത്തെക്കുറിച്ചും അത് ലഘൂകരിക്കുന്ന രീതിയിലാണ്. അപ്പോൾ അത് താങ്കളൊരു ഡോക്ടറാണ്, അപ്പോൾ താങ്കൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ആ വിഷയത്തെക്കുറിച്ച് മനസ്സിലാവും. ഇപ്പോൾ ഹോസ്പിറ്റലൈസ് ചെയ്യുമ്പോൾ, അതായത് ഹോസ്പിറ്റലുകാർ അതിനൊരു കച്ചവട തന്ത്രത്തിലേക്ക് മാറ്റിയെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ആക്ച്വലി ഒന്നാമത്തെ കാര്യം, ഒരു സ്ത്രീ ആയിട്ട് നമ്മുടെ ഈ ലോകത്ത് ജീവിക്കുക എന്ന് പറയുന്നത് ഒരു ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. നമുക്ക് ആണുങ്ങൾക്കും ഈസിയാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ എന്നിരുന്നാലും കമ്പാരിറ്റീവ്ലി അവരുടെ ഒരു എന്താ പറയുക ബോഡിയുടെ നേച്ചർ, അവർ അനുഭവിക്കുന്ന കാര്യങ്ങളെല്ലാം കുറച്ചുകൂടെ, അത് ഇമോഷണലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും കുറച്ചുകൂടെ അവർക്ക് എന്താ പറയുക പെയിൻ ആണെങ്കിലും എല്ലാം കൂടുതലാണ്, മനസ്സിലായില്ല? അപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ടൈമിൽ ആദ്യമേ തൊട്ടേ തന്നെ അവർക്ക് എന്ത് ചെയ്യും, ഓരോരോ ഇഷ്യൂസ് വന്നു തുടങ്ങും. ഉറക്കക്കുറവുണ്ടാവും, പിന്നെ ഈ പറഞ്ഞ കണക്ക് ഈ മൂഡ് സ്വിങ്സ് ഉണ്ടാവാം, പിന്നെ ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാവാം, പിന്നെ പല രീതിയിലുള്ള ഇഷ്യൂസ്, മനസ്സിലായില്ലേ? അപ്പം അതെല്ലാം താണ്ടി അവരതെല്ലാം ആ ഒരു കുട്ടിക്ക് വേണ്ടി അത്രയും എഫേർട്ട് എടുത്ത് അത് പ്രഗ്നൻസിയുടെ ടൈമിൽ ഡോക്ടറാണ് തീരുമാനിക്കുന്നത്. അത് ഏത് രീതിയിലാണ് പ്രഗ്നൻസി വേണം, നോർമൽ വേണോ C-സെക്ഷൻ വേണോ എന്നുള്ളത് ഡോക്ടറാണ് തീരുമാനിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രഗ്നൻസിയുടെ ടൈമിൽ, ഡെലിവറി ചെയ്യുന്ന ടൈമിൽ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു 20 to 50 ഡെൽ അടുപ്പിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ അകത്ത് അത്രയും പെയിൻ എന്ത് ചെയ്യുന്നുണ്ട്, സഫർ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് 20 എല്ല് ഒടിയുന്ന, മനസ്സിലായില്ലോ, 10 തൊട്ട് 20 എല്ല് ഒടിയുന്ന പെയിനാണ് ഒരുമിച്ച് അനുഭവിക്കുന്നത്. അതൊരു ഈസി കാര്യമല്ല. നമുക്ക് ആണുങ്ങൾക്ക് അങ്ങനെ പറയുന്ന കണക്കല്ല. അവർ ഈവൻ മെൻസ്ട്രൽ സൈക്കിൾ പീരീഡ്സിൻ്റെ സമയം പോലും അവർ പെയിൻ അനുഭവിക്കുന്ന ഒരാൾക്കാരാണ്, മനസ്സിലായില്ല? അപ്പോൾ അത് അത്രയും ഒരു ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. പിന്നെ ഹോസ്പിറ്റൽ കച്ചവടം കാര്യങ്ങളൊക്കെ എൻ്റെലി ഡിഫറെൻറ്റ്. പക്ഷേ സ്ത്രീകൾ അനുഭവിക്കുന്ന ആ ഒരു പെയിനും കാര്യങ്ങളെല്ലാം നമ്മളത് റെസ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് ലൈഫ് ലോങ് നമ്മൾ മറക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. നമ്മുടെ അമ്മമാർ അത്രയും പെയിൻ അനുഭവിച്ച് നമ്മൾ അത്രയും കെയർ ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ഈ ലോകത്തിലേക്ക് വന്നത്. അതിന് നമ്മൾ എപ്പോഴും അവരുടെ അടുത്ത് താങ്ക്ഫുൾ ആയിരിക്കണം, ഓരോ സ്ത്രീകളുടെ അടുത്തും. പിന്നെ
ഈ പറഞ്ഞ കണക്ക് പുള്ളിക്കാരൻ എന്തുകൊണ്ട് അത് പറഞ്ഞു എന്നുള്ളത് പുള്ളിക്കാരൻ്റെതായിട്ടുള്ള അഭിപ്രായമാണ്. അത് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടാവും. അപ്പോൾ അതിൽ തെറ്റാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് അത് ക്രിട്ടിസൈസ് ചെയ്യും. ഇപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാട് ഇതാണ്. കാരണം ഈസി അല്ല. ഒരു സ്ത്രീയായിട്ട് ജീവിക്കാനും പ്രസവിക്കാനൊക്കെ കുറേ എഫേർട്ട് എടുക്കും, കുറേ പെയിൻ സഫർ ചെയ്യേണ്ടി വരും. ഒരുപാട് രീതിയിലുള്ള മെൻ്റൽ ആൻഡ് ഫിസിക്കൽ പ്രഷർ എല്ലാം അനുഭവിച്ചിട്ട് തന്നെയാണ് ഒരു കുട്ടീന് ജന്മം കൊടുക്കുന്നത്. അല്ല, അദ്ദേഹം പറഞ്ഞ റീസെൻ്റ്ലി തൃശ്ശൂർ ഭാഗത്ത് അക്യുപഞ്ചർ ആയിട്ടുള്ള ഒരു ഡോക്ടർ അദ്ദേഹത്തിൻ്റെ വൈഫിനെ വീട്ടിൽ തന്നെ പ്രസവിക്കണം എന്നുള്ള നിർബന്ധിക്കുകയും അവർ മരിച്ചുപോയ ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു റീസെൻ്റ്ലി. അപ്പോൾ അദ്ദേഹം പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നടന്ന് ഈസി ആയിട്ട് സിമ്പിളായിട്ട് ചെയ്തുകൊണ്ടൊരു കാര്യത്തെ ഹോസ്പിറ്റലുകാർ ഭയങ്കരമായിട്ട് മാർക്കറ്റ് ചെയ്ത് വലുതാക്കി കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള ഒരു സംഭവമാണ് പ്രസവം എന്നുള്ള രീതിയിലാക്കി എന്നാണ് പറയുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ. നമ്മളിപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ട് ആധുനികമായിട്ടുള്ള ലോകത്താണ് ജീവിക്കുന്നത്. ഇപ്പം നമ്മൾ പണ്ടത്തെ ആൾക്കാർ ഒരുപാട് സഫർ ചെയ്തിട്ടുണ്ട്. അവർക്കിപ്പോൾ ഒരു കോംപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോകാത്ത ആൾക്കാരാണെങ്കിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ അവർക്കുണ്ടാവാം, പല രീതിയിലുള്ള കോംപ്ലിക്കേഷൻ ഉണ്ടാകും. അമ്മ ചിലപ്പോൾ മരിച്ചു പോകാം, കുട്ടി മരിച്ചു പോകാം. പക്ഷെ ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ലോകമാണുള്ളത് അല്ലേ. മുന്നേ ഇപ്പം നമുക്ക് വിരൽത്തുമ്പിൽ നമുക്ക് ലോകത്ത് എന്താ നടക്കുന്നതെന്ന് അറിയാൻ പറ്റും. മുന്നേ നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഇപ്പോൾ എന്ത് ഇൻഫർമേഷൻ വേണമെങ്കിലും നമുക്ക് കയ്യിലുണ്ട്. ഇപ്പോൾ കയ്യിൽ കാശ് കൊണ്ട് നടക്കണമെന്നില്ല, മനസ്സിലായില്ല. നമ്മുടെ കാലം മാറുന്നതിനനുസരിച്ച് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പം എൻ്റെ അമ്മ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്, മനസ്സിലായി. ഹോസ്പിറ്റലാണ്, ജിജി ഹോസ്പിറ്റൽ അഡ്മിറ്റാണ്. അപ്പോൾ അമ്മയ്ക്ക് ഇപ്പം ഞാൻ അസുഖത്തിനെ പറ്റിയൊന്നും പറഞ്ഞില്ല. പക്ഷേ ബെറ്റർ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അമ്മേനെ കൊണ്ടുപോയി വീട്ടിൽ ഇരുത്തി ഞാൻ ഇവിടെ നോക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ബെറ്റർ കെയർ കിട്ടത്തില്ല. അമ്മേരെ ആരോഗ്യ അവസ്ഥ എന്ത് ചെയ്യും, വഷളാവത്തേ ഉള്ളൂ. അതിനനുസരിച്ച് നമുക്ക് മെഡിക്കൽ പരമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് ബെറ്റർ ആയിട്ടുള്ളത് ഹോസ്പിറ്റലിൽ തന്നെ നമ്മൾ ചൂസ് ചെയ്യണം. അതിന് നമ്മൾ ആദ്യമേ ചെയ്യേണ്ട ഒരു കാര്യം കറക്റ്റായിട്ടുള്ളൊരു നമുക്ക് റൈറ്റ് ആയിട്ടുള്ളൊരു ഹോസ്പിറ്റലും റൈറ്റ് ആയിട്ടുള്ളൊരു ഡോക്ടറും അല്ലെങ്കിൽ എന്ത് വേണമെന്നുള്ളത് നമ്മളാണ് ചൂസ് ചെയ്യേണ്ടത്. ഏത് രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് വേണമെന്ന്, മനസ്സിലായില്ലേ. അപ്പോൾ അതിലിപ്പം പിന്നെ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല സ്ഥലത്തും ഫേക്ക് ആയിട്ടുള്ള പല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ്സും പല രീതിയിലുള്ള കാര്യങ്ങളും സ്കാംസ് ഒക്കെ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. മേ ബി ചിലപ്പോൾ പുള്ളിക്കാരൻ അത് എക്സ്പോസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചതാവാം. പക്ഷേ പുള്ളിക്കാരൻ പറഞ്ഞ ആ ഒരു കാര്യത്തിൽ കുറച്ച് തെറ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എനിക്കതിൽ യോജിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഷിയാസ് കരീമിൻ്റെ പേര് വലിയ കാര്യമാണ്. അദ്ദേഹം ചില ആരോപണങ്ങൾ ഇപ്പോൾ അഖിൽമാരാർക്കെതിരെ ഉന്നയിച്ചിരുന്നു. 6 കോടി രൂപയോളം വാങ്ങിച്ചിട്ടാണ് ആ സീറ്റ് മേടിച്ചത്. അതിനുള്ള തെളിവ് ഫ്യൂച്ചറിൽ പുറത്തു വരും എന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ താങ്കളെ പോലുള്ള സെലിബ്രിറ്റികൾ രാഷ്ട്രീയത്തിൽ വരുന്നത് നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള തീരുമാനമാണ്. പക്ഷേ അതിന് ഒരു രാഷ്ട്രീയ കച്ചവടമാക്കുന്ന രീതിയിലേക്ക് സംസാരിക്കുന്നവരോട് അല്ലെങ്കിൽ അങ്ങനെ പറയുന്നവരോടെന്താണ് പറയേണ്ടത്? എനിക്ക് മറ്റുള്ളവരുടെ കാര്യം അറിയത്തില്ല. എന്തായാലും എനിക്ക് 1 രൂപ ഓഫറും ചെയ്തിട്ടില്ല, 1 രൂപ കിട്ടിയിട്ടുമില്ല, ഞാൻ 1 രൂപ കൊടുത്തിട്ടുമില്ല. പിന്നെ എൻ്റെ മണ്ഡലത്തിലാണെങ്കിലും എനിക്ക് അതിനെപ്പറ്റിയൊന്നും ഒരു കാര്യം അറിയത്തില്ല. ഫിനാൻഷ്യൽ കാര്യങ്ങളെല്ലാം ജസ്റ്റ് അവിടെ നടക്കുന്ന ചിലവും കാര്യങ്ങളെല്ലാം ഉള്ളതല്ലാതെ എനിക്ക് എക്സ്ട്രാ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അതിനെപ്പറ്റി അറിവില്ല. എനിക്കെന്തായാലും അങ്ങനത്തെ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. ഓക്കെ, സോ മറ്റുള്ളവരുടെ കാര്യത്തെപ്പറ്റി എനിക്കറിയത്തില്ല, ഞാനിങ്ങനെ പറയാനാണ്. ഇപ്പോൾ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് താങ്കൾ ഇപ്പോൾ വിവാഹിതനാണ്. ഇപ്പോൾ കുടുംബത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ ആരതിപ്പൊടിയുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ പലരും ചോദിക്കുന്നുണ്ട്. നമ്മൾ നേരിട്ട് കണ്ടാണ് താങ്കൾക്ക് പൂർണ്ണ പിന്തുണയായിട്ട് മണ്ഡലത്തിലുണ്ടായിരുന്നു. അപ്പോൾ ചോദിക്കുകയാണ്, എങ്ങനെയായിരുന്നു ആരതിപ്പൊടിയുടെ ഭാഗത്തു നിന്നുള്ളൊരു താങ്കൾക്കൊരു? അല്ല ബ്രോ, അത് ലൈവായിട്ട് കണ്ടതല്ലേ. പുള്ളിക്കാരി അവിടെ അത്രയും വന്നു, ആ ഒരു റോഡ് ഷോ മൊത്തം വന്നു, എന്നോട് ക്യാമ്പയിൻ വന്നു, സപ്പോർട്ടീവായിട്ട് നിന്നു. ആൾക്ക് പൊളിറ്റിക്സിനെ പറ്റി വലിയൊരു ധാരണ ഇല്ലെങ്കിലും എൻ്റെ ഒരു ആഗ്രഹം ആയതുകൊണ്ട് പുള്ളിക്കാരി അതിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു. സോ ഒബ്വിയസ്ലി ഞാൻ ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലാണെങ്കിലും എൻ്റെ വൈഫിൻ്റെ വീട്ടിലാണെങ്കിലും എല്ലാവർക്കും ഞാൻ പൊളിറ്റിക്സിൽ പോകുന്നതും അതും BJP പാർട്ടി ചൂസ് ചെയ്തതിലും വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല. എല്ലാവരും ഹാപ്പിയാണ് അതിൽ. സോ അതുകൊണ്ട് എനിക്ക് അത്ര വലിയൊരു പ്രഷർ വീട്ടിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ല. എൻ്റെ വൈഫാണെങ്കിലും ഹാപ്പിയാണ്. ഇപ്പോൾ ടെൻസ്ഡ് ആയിട്ട് ഇരിക്കുകയാണ്, ജയിക്കില്ല എന്നുള്ളൊരു ടെൻഷനുണ്ട്. സോ ഒബ്വിയസ്ലി വൈഫാകുമ്പോൾ ജയിക്കണമെന്നുണ്ട്. പക്ഷേ അവൾ കറക്റ്റായിട്ട് ആ മണ്ഡലത്തെ പറ്റിയൊക്കെ കറക്റ്റ് അനലൈസ് ചെയ്തിട്ടൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഇതൊക്കെ എങ്ങനെ ഞാൻ ഇപ്പോൾ ചോദിച്ചു ആരും ഇത് പറഞ്ഞു തന്നു. പക്ഷേ അത് പുള്ളിക്കാരിയായിട്ട് അത് അനലൈസ് ചെയ്ത് പറഞ്ഞ കുറേ കാര്യങ്ങളാണ്. കാരണം പുള്ളിക്കാരി പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ BJP സ്ഥാനാർത്ഥി അവിടെ ഇല്ലായിരുന്നു, അവിടെ BDJS ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കുറേ BJPയുടെ വോട്ടെല്ലാം വിഷ്ണുനാഥിന് പോയിട്ടാണ് അവിടെ ജയിച്ചെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ടായിരുന്നു. സോ ഈ പ്രാവശ്യം നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ SL സജികുമാർ എന്ന് പറഞ്ഞ LDP സ്ഥാനാർത്ഥിയാണെങ്കിലും അധികം ആൾക്കാർക്ക് അത് ഇഷ്ടമല്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം മേഴ്സിക്കുട്ടി അമ്മേനെ തോൽപ്പിക്കാനുള്ള ഒരു റീസൺ ആണെന്ന് പറയുന്നത്. സോ രണ്ടുപേർക്കും ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഉള്ളത് കാരണം ഒബ്വിയസ്ലി ചിലപ്പോൾ എനിക്കുള്ള വോട്ട് ഷെയർ കുറച്ചുകൂടെ കൂടാനും ചിലപ്പോൾ ജയിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് പുള്ളിക്കാരി പറഞ്ഞപ്പോൾ ഞാൻ അനലൈസ് ചെയ്തൊരു കാര്യം പുള്ളിക്കാരി പറഞ്ഞു. സോ ഒബ്വിയസ്ലി അതൊക്കെ കറക്റ്റ് മോണിറ്റർ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, സപ്പോർട്ടിങ് ആയിട്ടുള്ള എന്താ പറയുക, നല്ലൊരു ഫാമിലി അല്ലെങ്കിൽ വൈഫ് എല്ലാം കിട്ടിയത് ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നു. ഞാൻ പിന്നെ പൊളിറ്റിക്കൽ പരമായിട്ട് പറയേണ്ട ഒരു കാര്യം കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആക്ച്വലി ആ മണ്ഡലത്തിൽ ഇപ്പോഴത്തെ സിറ്റിംഗ് MLA എന്തൊക്കെ നെഗറ്റീവ് കാര്യങ്ങൾ ചെയ്തു, എന്തൊക്കെ ചെയ്തില്ല എന്നുള്ള കാര്യങ്ങൾ എനിക്ക് കൂടുതൽ പറയേണ്ട ആവശ്യം വന്നില്ല. കാരണം LDFന്റെ സ്ഥാനാർത്ഥി തന്നെ എന്ത് ചെയ്തു, എല്ലാ കാര്യങ്ങളും എല്ലാ കോണിലും പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പുള്ളിക്കാരൻ എന്തൊക്കെ ചെയ്തില്ല എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. സോ അതുകൊണ്ട് എനിക്ക് പണി കുറച്ച് കുറവായിരുന്നു. എന്നിരുന്നാലും ഒരു ഗ്രേറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വലിയ രീതിയിലുള്ള PR വലിയ രീതിയിലുള്ള വീഡിയോസ് ഷെയർ ചെയ്യാൻ എൻ്റെ പ്രൊഫൈലിൽ തന്നെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അധികം പോസ്റ്റുകളൊന്നും എന്ത് ചെയ്തിട്ടില്ല, ഇട്ടിട്ടില്ല. പക്ഷേ ഇടാനാണെങ്കിൽ ഒരുപാട് ഫോട്ടോസും ഒരുപാട് വീഡിയോസും കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ
അത് ഞാനും അവിടെ കണ്ട ജനങ്ങളും നമ്മൾക്കിടയിൽ അത് നിൽക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് പബ്ലിക്കിന് ഇനി പലരും കണ്ട് അതിനെ നെഗറ്റീവ് പറയാനും പോസിറ്റീവ് പറയാനും ജഡ്ജ് ചെയ്യാനായിട്ട് നിൽക്കേണ്ടതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഈ ഇലക്ഷനിൽ കേരളത്തിൽ ഇപ്പോൾ പാലക്കാട് ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ച് കുറച്ച് വിവാദങ്ങളുണ്ടായി. വോട്ട് രാഷ്ട്രീയം അല്ലെങ്കിൽ പണത്തിൻ്റെ രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വിമർശനങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ കേരളത്തിൽ അത് BJP ഏതെങ്കിലും രീതിയിൽ മറ്റേ നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ടോ? ആ വിഷയത്തിൽ താങ്കൾക്ക് മനസ്സിലായ കാര്യം എന്താണ്? എന്തായാലും ആ ഒരു വിഷയം എൻ്റെ മണ്ഡലത്തിൽ അങ്ങനെ വലിയ രീതിയിൽ ബാധിച്ചിട്ടില്ല. ഓക്കെ, കാരണം അതിൻ്റെ സത്യാവസ്ഥ ഇതുവരെയായിട്ടും എന്ത് ചെയ്തിട്ടില്ല, കംപ്ലീറ്റ് ആയിട്ട് പുറത്ത് വന്നിട്ടുമില്ല. വെറുതെ ഒരു അലിഗേഷൻ ഉണ്ടാക്കുക. കാരണം എന്താ പറയുക, മാങ്ങയുള്ള മാവിലെ എന്ത് ചെയ്യത്തുള്ളൂ, ആൾക്കാർക്ക് കല്ലെറിയത്തുള്ളൂ. അപ്പോൾ അത്രയും ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു എന്താ പറയുക, അയൺ ലേഡി, BJPയിലെ ഒരു അയൺ ലേഡി എന്നുള്ളൊരു വ്യക്തിനെ പർപ്പസ്ലി ടാർഗറ്റ് ചെയ്തതാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇവിടെ ആരും പെർഫെക്റ്റ് ഒന്നും അല്ല. നോ വൺ, ഒരു പാർട്ടിയിലുള്ള ഒരു മനുഷ്യനും പെർഫെക്റ്റ് അല്ല. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ പുള്ളിക്കാരി അങ്ങനെ ഒരു കാര്യം ചെയ്തു എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. അതിലെന്തെങ്കിലും ചിലപ്പോൾ എന്തെങ്കിലും നമ്മൾക്ക് അറിയാത്ത പല കാര്യങ്ങളും ഉണ്ടാവാം. അതിന് വരും സമയത്ത് പുറത്തു വരട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ കോൺഗ്രസ് ആണ് ഇത്തവണ ഭരണത്തിലേക്ക് വരും, അല്ലെങ്കിൽ 2 തവണത്തെ തുടർ ഭരണത്തിന് ശേഷം LDFൻ്റെ തുടർ ഭരണത്തിന് ശേഷം ഇനി കോൺഗ്രസ് ആയിരിക്കും വരുന്നതാണ് കൂടുതൽ ചർച്ചകളോടെ നടക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ നടക്കുമ്പോൾ തന്നെ പാർട്ടിക്കിടയിൽ തന്നെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾക്കിടയിൽ തർക്കങ്ങൾ നടക്കുകയാണ്. ഒരു പാർട്ടിക്കുള്ളിൽ തന്നെ 3-4 പേര് ഉണ്ടാകുന്ന സോഷ്യൽ മീഡിയയിൽ പല രീതിയിലുള്ള PR വർക്കുകൾ അവർ തന്നെ നടത്തുന്നു. ഫ്ലെക്സ് ബോർഡുകൾ വെക്കുന്നു. VD സതീശൻ ഫ്ലെക്സ് ബോർഡ് വെക്കുന്നു. രമേശ് ചെന്നിത്തല സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നു. KC വേണുഗോപാൽ മത്സരിക്കാത്ത KC വേണുഗോപാൽ തന്നെ വരും എന്ന് പറയുന്നു. പലരും പേരുകൾ വരുന്നു. എന്താണ് താങ്കൾക്ക് അതിനെക്കുറിച്ചുള്ളൊരു? ഞാൻ ഒന്നാമത്തെ കാര്യം, അവർ ഫ്ലെക്സ് വെക്കുക, അവർ മുഖ്യമന്ത്രി ആവുക, എന്തുവാണെങ്കിലും അവർ ചെയ്തോട്ടെ. മനസ്സിലായില്ലേ? രണ്ടാമത്തെ കാര്യം, ഈ പ്രാവശ്യത്തെ ഇതിൽ ഈ പറഞ്ഞ കണക്ക് VD സതീശൻ സാർ പറഞ്ഞ കണക്ക് 100 സീറ്റിന് മുകളിലോട്ടൊന്നും കിട്ടാൻ പോകണമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ചിലപ്പോൾ അടുത്ത് ഇഞ്ചോടിഞ്ചായിരിക്കും. ചിലപ്പം നിർണായകമായിട്ട് നമ്മുടെ BJP അല്ലെങ്കിൽ NDA അതിലൊരു വലിയൊരു ഭാഗമാവാനും ചാൻസ് ഉണ്ട്. അപ്പം നമുക്ക് നോക്കാം, മെയ് 4-ാം തീയതി നോക്കാം. ഇൻ കേസ് 1% ചാൻസിൽ കുണ്ട്രയിൽ ഞാൻ ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ചരിത്ര വിജയമായിരിക്കും. കാരണം LDFൻ്റെ ഒരു കോട്ടയിൽ പോയി UDFൻ്റെ ഇത്രയും വലിയൊരു സ്ഥാനാർത്ഥിനെ, അല്ലെങ്കിൽ ഇവർ രണ്ടുപേരെയും നമുക്ക് കോമ്പറ്റീറ്റ് ചെയ്ത് ഒരു C കാറ്റഗറി മണ്ഡലത്തിൽ നിന്ന് നമുക്ക് ജയിക്കാൻ ഇൻ കേസ് പറ്റുകയാണെങ്കിൽ, 1% ചാൻസിൽ പറ്റുകയാണെങ്കിൽ, നമ്മളെപ്പോഴും അങ്ങനെയാണല്ലോ, 99% ഇല്ലെങ്കിൽ കൂടി 1% ചാൻസ്, അങ്ങനെ ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ചരിത്ര വിജയമായിട്ട് ഞാൻ അതിനെല്ലാം അവിടെയുള്ള എല്ലാ മനുഷ്യരെടുത്തും അവിടെയുള്ള എല്ലാ പ്രവർത്തകരെടുത്തും എൻ്റെ എല്ലായിടത്തും ഞാനത് അപ്പോഴും കടപ്പെട്ടിരിക്കുന്നു. പിന്നെ എനിക്കെന്തോ ജയിക്കുമെന്ന് തോന്നുന്നുണ്ട്. എനിക്ക് അറിഞ്ഞൂടാ, എന്തോ ഭയങ്കര ഒരു പോസിറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. പിന്നെ പലരും, ഞാൻ ജോത്സ്യമൊക്കെ നോക്കാറുണ്ട് കേട്ടോ. ജോത്സ്യമൊക്കെ നോക്കുന്ന സമയത്തും മോസ്റ്റ്ലി എല്ലാവരും ജയിക്കുമെന്നൊക്കെയാണ് പറയുന്നത്. ഞാനത് ബിലീവ് ചെയ്യുന്നത്. ഒരാൾ പോസിറ്റീവ് ഒരു കാര്യം പറയുമ്പോൾ ഒബ്വിയസ്ലി നമുക്കതൊരു ഇതാണല്ലോ. അപ്പം ജയിക്കുമെന്ന് എൻ്റെ അടുത്ത് ഒരു 7-8 പേര് പറഞ്ഞു. പിന്നെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരും നോക്കിയിട്ടൊക്കെ പറഞ്ഞു. അപ്പം എനിക്ക് അറിഞ്ഞൂടാ, ഇതൊരു ട്രോളായിട്ടൊന്നും വരില്ല. കാരണം എൻ്റെ ഒരു ആഗ്രഹമാണ്, നമ്മൾ കഷ്ടപ്പെടുമ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് ജയിക്കണം. എല്ലാ സ്ഥാനാർത്ഥികളും, അത് ഇനി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന ഒരാളാണെങ്കിൽ ജയിക്കണമെന്ന് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ചിന്തിക്കുന്നത്. സോ അപ്പം നോക്കാം, എനിക്കറിയത്തില്ല. മെയ് 4-ാം തീയതിക്ക് വെയിറ്റ് ചെയ്യാം. മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം താങ്കളുടെ അന്നൊരു റോഡ് ഷോ ഉണ്ടായിരുന്നു. ആ റോഡ് ഷോ സമയത്ത് അതിന് മുന്നേ താങ്കൾക്ക് ഒരു കേന്ദ്രമന്ത്രി എന്നുള്ള സ്പീച്ചൊക്കെ ഉണ്ടായിരുന്നു. അതിൽ താങ്കൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മ അസുഖബാധിതയായിട്ട് നിൽക്കുമ്പോഴും ഒരു വിഷമഘട്ടത്തിൽ നിൽക്കുമ്പോഴും ഞാൻ ഇവിടെ നിൽക്കേണ്ട ഒരു സാഹചര്യം, അല്ലെങ്കിൽ 2 കൂടി ഒരേ സമയത്ത് വന്നുപോയി എന്ന് പറയുന്നുണ്ട്. എന്താണ് അമ്മയുടെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതി? അമ്മയുടെ ഹെൽത്ത് കണ്ടീഷൻ കുറച്ച് മോശമാണ്. ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. പക്ഷേ എനിക്കത് ആ ഒരു സമയത്ത് സംഭവിച്ചത് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. കാരണം അമ്മയ്ക്ക് വയ്യാണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഞാനത് എല്ലാവരുടെ അടുത്തും നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് ചിരിച്ച് സംസാരിക്കണം, ഇടപെടണമെന്ന് പറയുമ്പം നമ്മളെ ഉള്ളിൽ ഭയങ്കര ഒരു വിഷമം വെച്ചിട്ട് അത് എനിക്ക് ഭയങ്കര ടാസ്ക് ആയിരുന്നു. പക്ഷേ ഞാനത് ചെയ്തു. ഞാൻ അവിടെ രാവിലെ ക്യാമ്പയിൻ തുടങ്ങി, രാത്രി 6 മണിക്ക് തുടങ്ങി, 11 മണി കഴിഞ്ഞതിന് ശേഷം അമ്മയെ കാണാൻ വേണ്ടിയിട്ട് അടുത്ത് പോകുമായിരുന്നു. അപ്പം പോയിട്ട് പിന്നെ രാവിലെയാണ് തിരിച്ചു വരുന്നത്. ഉറക്കം ഭയങ്കര കുറവായിരുന്നു. കംപ്ലീറ്റ്ലി ഒരുപാട് സൺബേണും ഒരുപാട് കാര്യങ്ങളൊക്കെ നടന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, അവർ ഹെൽത്ത് കണ്ടീഷനെ പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. പക്ഷേ അമ്മയ്ക്ക് വയ്യ. ഇപ്പോൾ അതുകൂടെ തന്നെ ഇപ്പോൾ പറഞ്ഞപ്പോൾ താങ്കളൊന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു, നമ്മൾ ഒരു പോസ്റ്റൊക്കെ കണ്ടിരുന്നു. ഒന്നാമത്തെ കാര്യം, ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയത് എനിക്ക് ഈ പല രീതിയിലുള്ള ഇൻഫെക്ഷനും കാര്യങ്ങളും വന്നിട്ട് വയ്യാണ്ടായി. അപ്പോൾ ഞാൻ 1 മണിക്കൂറത്തേക്ക് IV ആൻറ്റിബയോട്ടിക്സ് എടുക്കാൻ വേണ്ടി ഒരു ഹോസ്പിറ്റലിൽ കയറിയതാണ്. അവിടെ IV ആൻറ്റിബയോട്ടിക്സ് എടുത്ത് ഞാൻ അപ്പം തന്നെ പോവുകയും ചെയ്തു. ഇതിൻ്റെ ഇടയിൽ ആരോ വന്ന്, എനിക്കറിയാൻ വയ്യ, ഞാനവിടെ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ആരോ വന്നിട്ട് ഫോട്ടോ എടുത്തു. ഞാൻ എൻ്റെ വയർ പോലും അകത്തോട്ട് പിടിച്ചില്ല. ഞാൻ ഇങ്ങനെ കാലൊക്കെ ഇങ്ങനെ കിടക്കുന്ന ഒരു സമയത്ത് ഒരു ഫോട്ടോ എടുത്തിട്ട് എന്ത് ചെയ്ത്, എനിക്ക് വയ്യാന്നുള്ള രീതിയിൽ അത് ഇട്ടു. അത് അത്ര വലിയ മാരക രോഗമോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. എനിക്ക് ഈ പറഞ്ഞ ഇൻഫെക്ഷനും കാര്യങ്ങളും വന്നിട്ട് തീരെ വയ്യാണ്ടായിപ്പോയി. അപ്പോൾ ആൻറ്റിബയോട്ടിക്സ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ തിരിച്ച് എനിക്ക് വീണ്ടും ഈ വെയിലത്തിറങ്ങി ക്യാമ്പിന് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത്, ആസ് എ ഡോക്ടർ എന്നുള്ള രീതിയിൽ മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ കൂടുതൽ IV ആൻറ്റിബയോട്ടിക് എടുക്കാൻ വേണ്ടി കയറി. അതിന് തെറ്റിദ്ധരിക്കരുത്. 2 കാര്യങ്ങൾ ചേർത്തും. കേരളത്തിൽ ഇത്തവണ BJPയുടെ എത്രത്തോളം സീറ്റ് നേടാൻ സാധിക്കും? അതുകൂടാതെ ഇപ്പം കുണ്ട്ര മണ്ഡലത്തിലാണ് താങ്കൾ മത്സരിച്ച്, ഇനിയുള്ള തുടർ പ്രവർത്തനങ്ങൾ വിജയമായാലും പരാജയമായാലും അവിടെ തന്നെ ഉണ്ടാവും. എന്താണ്? ഒന്നാമത്തെ കാര്യം, ഒബ്വിയസ്ലി ഞാനൊരു
എൻ ഡി എയുടെ കാൻഡിഡേറ്റ് ആകുമ്പോൾ അല്ലെങ്കിൽ BJP സപ്പോർട്ടർ ആകുമ്പോൾ ഒബ്വിയസ്ലി എല്ലാ സ്ഥലത്തും നമ്മൾ ജയിക്കണമെന്നാണ് ആഗ്രഹം. പിന്നെ എൻ്റെ മണ്ഡലത്തിലെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ജയമാണെങ്കിലും തോൽവിയാണെങ്കിലും ഞാൻ ഇനി ആ മണ്ഡലത്തിൽ കുറേ കാര്യങ്ങൾ ചെയ്യാൻ തന്നെയാണ് പോകുന്നത്. അതിന് തോറ്റാലും ചെയ്യാൻ തന്നെയാണ് പോകുന്നത്. എൻ്റേതായിട്ടുള്ള രീതിയിൽ കുറേ പ്രവർത്തനങ്ങളും കുറേ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം നമ്മുടെ കേന്ദ്രമന്ത്രി കിരൺ റിജിജു സാർ ആക്ച്വലി പറഞ്ഞിരുന്നു എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ വഴി എന്ത് ചെയ്യാമെന്ന്. ഇനിയിപ്പോൾ ജയിച്ചാലാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. പക്ഷേ ജയിച്ചില്ലെങ്കിൽ കൂടി ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ പ്രവർത്തനങ്ങൾ ചെയ്യും. പിന്നെ ജയിച്ചു കഴിഞ്ഞാൽ 90 ദിവസത്തിനകത്ത് പ്രധാനമന്ത്രിനെ കൊണ്ടുവരുന്ന മണ്ഡലത്തിൽ കൊണ്ടുവരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതായിരിക്കും അടുത്ത കാര്യം. അത് ഞാൻ എപ്പോഴും പറയാം, പ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടിയല്ല കൊണ്ടുവരുന്നത്. സ്ഥലത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതെല്ലാം പ്രധാനമന്ത്രിയുടെ ഫ്രണ്ടിൽ വെച്ച് അതെല്ലാം അഡ്രസ്സ് ചെയ്ത് പറഞ്ഞ് അതിനുള്ള ഒരു സൊല്യൂഷൻ കൊണ്ടുവന്ന് അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് അടുത്ത 5 വർഷത്തേക്ക് കൊണ്ടുവന്ന് ഒരു മാതൃക മണ്ഡലം ആക്കണം എന്നുള്ളതാണ് എൻ്റെ പ്ലാൻ. മനസ്സിലായില്ല? എന്നാൽ മാത്രമേ ഇനി അടുത്ത പ്രാവശ്യം നിൽക്കുമ്പോൾ എന്നെ ജയിക്കാൻ പറ്റും. ഞാൻ എപ്പോഴും പറഞ്ഞ കണക്ക് ഞാൻ ഈ പ്രാവശ്യം ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അടുത്ത പ്രാവശ്യം എന്നെ വിജയിപ്പിക്കൂ, എനിക്ക് വേണ്ടി വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങത്തില്ല. എൻ്റെ പ്രവർത്തനങ്ങൾ തന്നെയായിരിക്കും എന്നെ വിജയിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. എന്തായാലും ഈ ഒരു ഇൻ്റർവ്യൂ എടുക്കുന്ന പാതിരാത്രി 2 മണിക്കാണ്. ഓക്കെ, 2 മണിക്കാണ്. ബട്ട് എന്നിരുന്നാലും നിങ്ങൾ വന്നതിലും ഈ ഒരു ഇൻ്റർവ്യൂ എടുത്തതിലും ഒരുപാട് നന്ദി. അപ്പം മെയ് 4-ാം തീയതിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. മെയ് 4-ാം തീയതി ജയിച്ചാലും തോറ്റാലും ഞാനൊരു വീഡിയോ എന്തായാലും ഇടാൻ വേണ്ടി പോവുകയാണ്. അപ്പം ഇതുവരെ സപ്പോർട്ട് ചെയ്ത സ്നേഹിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു.